വെച്ച് കിറ്റും ചെയ്ത്. ഇപ്പൊ ശരിയാക്കി മിസ്റ്റേക്ക് കാണിക്കുമ്പോ ചിരിക്കുന്നോടാ. നീ ഇപ്പൊ എവിടെ കേറാ? നീ മറ്റേ ഇത് പറയാൻ വേണ്ടി മൊബൈലിൽ കൂടെ വന്നാണോ? അല്ല, അത് പേസ്റ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാറ് സെന്റ് ചെക്ക് എന്നുള്ളതാണ്. മാർട്ടിടാം. എത്ര പേർക്ക് കളിക്കാണോ? അറിഞ്ഞുവിടറ ഒള്ളി ഫ്രണ്ട്സ്. ഡിഫിക്കൽറ്റി ഒരു 3. കൂട്ടടാ, നമ്മളെന്താ കൊച്ചു പിള്ളേരോ? കൂട്ടിയാണ്. കോപ്പി എസ്കേപ്പ് ആക്കിട്ട് അതിനെണ്ണ കോപ്പി ഇട്ടിട്. എടാ നീ പഠിപ്പിക്കല്ലേ നീ. എനിക്ക് അല്ല അണ്ണ അവിടെ താഴെ റിഫ്രഷ് അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി വരും അണ്ണന്റെ സ്റ്റോർ. ക്രോസ് ഹെയർ ഓഫ് ചെയ്യട്ടെ. എന്തിനാണ് ക്രോസ് ഹെയർ ഇതിനകത്ത്? ഇനിയാണോ ഇത്തെ? എടാ എനിക്കറിയാം പേസ്റ്റ് ചെയ്യാനൊക്കെ, മനസ്സിലായോ? ജോഗി വാങ്ങുക. MRC ഈഗിൾ ജോഗി വന്നാ? ജോഗി ഇതാണോ ജോഗി? ഏതാ? എക്സ്ട്രാ ഫണ്ട്സ് ആർഡർ ഫോർ കോ പ്ലെയർ. നമ്മുടെ $6000 ആട്ടോ മൊത്തത്തിലുള്ളത്. ഇവിടെ ഇതാ നമ്മുടെ കട. കേട്ടോ അറ്റ്ലീസ്റ്റ് വൺ മാൻ ചെക്കൗട്ട് വേണം കേട്ടോ. ചെക്കൗട്ട് ചെയ്യുന്ന സാധനം വേണം. ചെക്കൗട്ട് റൈറ്റ് അത് മതിയോ? ഞാൻ എവിടെ എന്തൊക്കെ വെക്കുന്ന എവിടെയാ? ഹലോ, നീ വന്നാ? ഓക്കെ, ലോബി ക്ലോസ് ചെയ്യുവാണേ. എന്ത് ചെയ്യും? ചെക്കൗട്ട് ടാബ് എങ്ങനെ വെക്കുന്ന അല്ല ഈ ഞാൻ പറയട്ടെ, രണ്ടുപേര് സാധനങ്ങളൊക്കെ ഇതേ ഇവിടെ കൂടെ ഒരെണ്ണം വെക്കടാ. ഇവിടെയും കൂടെ ഒരു കൗണ്ടർ വെക്കടാ. കൗണ്ടർ വെക്കുന്ന എങ്ങനെ? ടാബ് വെക്കിട്ട് ടാബ് വെക്കുമ്പോ അതിൽ കാണിക്കണം. പക്ഷെ വേണ്ട, 2 പ്രൊഡക്റ്റ് മേടിക്കണം. ബൈ 2 പ്രൊഡക്ഷൻസ് ആൻഡ് ചെക്കൗട്ട്. ഇല്ല, ഞാൻ ഒരെണ്ണോട് വെക്കാം. ഞാൻ വെച്ചോർണം. എവിടെ ജോക്കി വെച്ചോ? അതെങ്ങനെയാ വെക്കുന്നേ? ഇതെങ്ങനെ വെക്കുന്ന? എന്താണോ പൈസ വന്ന സൗണ്ട് പറയാൻ കേൾക്കുന്നുണ്ട്. ജോക്കി 3 കൗണ്ടറായി. ജോക്കി ഒരു കൗണ്ടർ വേണ്ട, എന്തിനാണ്? എടാ 3 കൗണ്ടർ ഇരിക്കട്ടാ, 3 വഴിയില്ലേ? ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, വേണ്ട 3 കൗണ്ടർ വേണ്ട, ഒരു കൗണ്ടർ എടുത്തുകളാ. കൗണ്ടർ മാത്രം സാധനം മേടിക്കാൻ പൈസ വേണ്ട. $4500 ഉള്ളു കയ്യില്. അല്ല ഇതെങ്ങനെ അൺസെൽ ചെയ്യുന്ന എങ്ങനെ? അത് പോയി അതെങ്ങനെ വെച്ചത്? അത് ടാബ് എടുത്ത് ഡിലീറ്റ് മോഡ്. 2 മതി. 2 പൈസ പോയി കേട്ടോ. ലോബി ഒന്ന് അൺലോക്ക് ചെയ്തണ്ട, ഞാൻ കേറിയില്ല. ലോബി അൺലോക്ക് ചെയ്യാനോ? ഞാൻ 2 പ്രൊഡക്ഷൻസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് നോണാക്കേ. ഇത് തുടങ്ങുന്നതിന് മുമ്പ് മുടിപ്പിച്ച് കട. ബൈ 2 പ്രൊഡക്ഷൻസ് ആൻഡ് ചെക്കൗട്ട് ആൻഡ് 2 ഷെൽഫ് വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ. ഇനി എന്തൊക്കെ? ബൈ 2 പ്രൊഡക്റ്റ് ഷെൽഫ് ആൻഡ് ചെക്കൗട്ട് ദ സ്റ്റോറേജ് ഷെൽഫ്. മേടിച്ചോ? സാധനം എടുത്ത് വെച്ചോ? പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം അണ്ണൻ. ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം. എവിടെ ചെയ്യണ്ടേ? ബ്ലാക്ക് ബോർഡ്. എനിക്ക് എന്താ ജോക്കി? അയ്യോ, പ്രോഡക്റ്റ് ഓർഡർ ഇടിച്ചെങ്ങനെയാണ് ജോക്കി? ഞാൻ ഓർഡർ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. പ്രോഡക്റ്റ് ഓർഡർ. ഇതിനകത്ത് പ്രോഡക്റ്റ് ഒന്നും ഇല്ല. സൂപ്പർ മാർക്കറ്റ് എംപ്ലോയി ബൈ MD ബോക്സ്. ഇതെന്താ? പ്രോഡക്റ്റ് ഇല്ല ജോക്കി. നിങ്ങൾ ടെൻഷൻ ആവല്ലേ? പ്രോഡക്റ്റ് ഓർഡർ സൂപ്പർ മാർക്കറ്റിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അത് നമ്മൾ മാറ്റണം. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ചേഞ്ച് നെയിം തക്കുടു സ്റ്റോഴ്സ്. നമുക്ക് ആകെ $5400 ഉള്ളു കേട്ടോ. ഇതെന്താ? ഞാൻ കാര്യം പറയട്ടെ, 2 ഷെൽഫ് അല്ല, നമുക്ക് കുറച്ചുകൂടെ ഷെൽഫ് വെക്കണം. വാ, മിനിമം. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഷെൽഫിലാണ് വെച്ച് പൈസ പോയി കടമുടിയും. ന്യൂ പ്ലെയർ ഇതാരാടെ കയറി വന്നേ? അതെ ഞാൻ തേജസ് അല്ലല്ല, ഞാനല്ല.
ഇവിടെ ഇത് ആരോ കേറി വന്നടാ. അല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ബ്രോ ഒന്ന് ഇറങ്ങണേ ബ്രോ. ആ ക്ലോസ് ചെയ്തോണ്ട് എനിക്ക് കേറാൻ പറ്റുന്നില്ല. അന്ന മുമ്പ് അതാ ഇവിടെ പ്രശ്നമായി. ഗോഗു ഇവിടെ നാട്ടുകാരൊക്കെ അടിച്ച് ഇവിടെ പ്രശ്നമായി. എടാ ഞാനേ 2-3 പേരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വരും. അമ്മ എന്തിനാ ഒന്നാമതെ പണിക്കാർ കൂടുതൽ, ഇവർക്കൊക്കെ ആര് ശമ്പളം കൊടുക്കും? അല്ല അവരവിടെ ഇരുന്നോളും, വരുമായിരിക്കും. ഇപ്പം ഹയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ചേച്ചി വരിക. എടാ ഇത് പ്രോഡക്റ്റ് എവിടെയാ മേടിക്കുന്നതെന്ന് അറിയോ? ഇതാണ് പ്രോഡക്റ്റ് ഓർഡർ. എന്നിട്ട് ഇത് ഓർഡർ പ്രൊഡക്റ്റ് എടുക്കുക. ഇത് ഓപ്പൺ ആണോ കിടക്കുന്നത്? ഇത് ക്ലോസ് ആക്കാൻ പറ്റുമോ കട? പ്രോഡക്റ്റ് ആക്ച്വലി ഇവിടെ വന്ന് ബൈ ഒന്നും ഇല്ലടാ പ്രോഡക്റ്റ് ഓർഡറിനകത്ത്. അതല്ലേ ഞാൻ പറയണേ. അണ്ണാ വെയിറ്റ് ചെയ്യ്. ഇവിടെ കണ്ട ലെഫ്റ്റില് കണ്ട ഇവിടെ എവിടെ ഇവിടെ ഒരു ബോർഡ് കണ്ട. ഇതില് നമ്മള് സാധനം എന്തൊക്കെ ഐറ്റംസിന്റെ ഇത് അൺലോക്ക് ആക്കണം. കണ്ട ഫുഡ് കണ്ട ഇതൊക്കെ അൺലോക്ക് ആക്കുമ്പോ ഇവിടെ പ്രൊഡക്റ്റില് വരും. ഏത് ഏത് നേരെ കാണുന്നതാണോ അതോ ഈ ലെഫ്റ്റ് കാണുന്നോ? ഫ്രാഞ്ചൈസ് പോയിന്റ് ഫ്രാഞ്ചൈസി പോയിന്റ് 4 അവൈലബിൾ. അൺലോക്ക് പാസ്ത, പെരുണ്ണി, വാട്ടർ ബോട്ടിൽ. ആ ഓക്കെ ഓക്കെ. മറ്റേ ബർഗറൊക്കെ അൺലോക്ക് ആക്കാം കേട്ടോ. മുകളിലത്തെ സാധനം അൺലോക്സ്. ആ ഇതിപ്പോ ഇവിടെ വന്നു തോന്നുന്നു കേട്ടാ. ആ വന്നു ബേസിക് പ്രോഡക്റ്റ്. ആ സാധനം കിട്ടിയേ. ഞാൻ ഓർഡർ ചെയ്യാൻ എല്ലാവരും ഓർഡർ ചെയ്യല്ലേ. മതി അത്ര മതി ജോക്കി. നമുക്ക് ഇത് പോണ്. ഇതെല്ലാം വേണ്ട. വെള്ളം, ഹണി, അരി, ഉപ്പ്, പഞ്ചസാര. സാധനം ഓർഡർ ചെയ്തിട്ടോ. ഇപ്പൊ വരും. സാധനം വന്നേ. ഇവിടെ അവരെന്നായിട്ട് പിടിച്ചോണ്ട് വെച്ചാണ് ഓരോന്ന് കൊണ്ട് ഇറക്കി. ഇവിടെ ഇറക്കി. ക്യാഷ് തീർന്നോ? ക്യാഷ് തീർന്നില്ല. സ്ഥലമില്ല കേട്ടോ ഇത് എല്ലാം കൂടെ വെക്കാനായിട്ട്. ബോക്സ് ഇവിടെ സ്റ്റോറേജ് വെള്ളമല്ല ഒരു ചോദ്യം വെക്കണേ. ഇവിടെ ഷെൽഫ് എല്ലാം പണിയടാ. ഇവിടെ ഷെൽഫ് പണിയണം. ഹലോ ഇത് സീറോ. ഇത് വേസ്റ്റ് ബാസ്കറ്റ് കാണാ. ഇവിടെ വെളിയിൽ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് കണ്ടാ. ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. കണ്ടാ വെളിയിൽ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെ ഡസ്റ്റ്ബിൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെയൊക്കെ വില നിശ്ചയിക്കണ്ടേ? വിലയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രൈസ് ആയിട്ടുള്ള ഇല്ല. മാർക്കറ്റ് പ്രൈസ് 2.5. നമ്മൾ കൊടുക്കുന്നത് 3.5 കിട്ടും. $1 ലാഭം വേണം ജോക്കി. അതാ പറഞ്ഞേ 3.5 എവിടുന്നോ എന്റെ ബാങ്കിൽ നിന്ന് പൈസ പോണ സൗണ്ടാണോ കേൾക്കുന്നത്? അതെ ഇതായില്ലല്ലോ. ദിക്ക് 3.5 രൂപയ്ക്കെങ്കിലും വിൽക്കണം, അല്ലെങ്കിൽ ഇത് നടക്കൂല. ഇത് ഗൈസ് ഇത് എങ്ങനെയാ ഓക്കെ കൊടുക്കുമെന്ന് എങ്ങനെയാടാ വില സെറ്റ് ചെയ്തിട്ട്? ഓക്കെ മൈനിങ്ങളെ ഞാൻ വല്ല പറയും കേട്ടാ. എടാ ഉപ്പ് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഉപ്പ് എത്ര രൂപ കിടക്കുന്ന ഇപ്പം? 45 സെന്റ് ജോക്കി. 40 സെന്റ് $1 ആക്കണം. പിന്നെ അല്ല 60 സെന്റ് ഉപ്പിനൊക്കെ ആര് വാങ്ങിക്കാനാ? ഒരു മാസം ഒരു ഉപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കത്തില്ലയോ? $1 വിൽക്കാം. പിന്നെ വേണ്ടമാര് ആരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പുറത്തെ ജോക്കി ഇപ്പൊ സ്റ്റോക്ക് നിറയുമ്പോ ജോക്കി കണ്ടോ? സ്റ്റോക്ക് നിറയുമ്പോ ഇവിടെ കടയുടെ മുമ്പില് ബഹളവും ആളും അനക്കവും നോക്കണം. അത് അത്രയ്ക്ക് നോക്കണം. റൈസിന് മാറ വില സെറ്റ് ചെയ്യട്ടെ. മാറ അരി $1 40 സെന്റ്. $2 നഷ്ടമോ? $2.5 വേണം. അരിയൊക്കെ എല്ലാവരും മേടിക്കും. കടയിൽ ആരും വരും തോന്നുന്നില്ല. ഗോഗ നാട്ടുകാരെ മൊത്തം അടിക്കുന്നുണ്ട് കടയിലോട്ട് വരുന്നത്. എടാ ഗോഗു അടിക്കില്ലടാ അടിച്ചത് വരത്തില്ലടാ. എടാ പിന്നെന്താ താഴെ ഇരിക്കുന്നത്? എന്താ പാസ്ത. അയ്യോ പാസ്തയൊക്കെ ആൾക്കാർക്ക് ഈ പാസ്ത മേടിക്കുന്നത് എങ്ങനത്തെ ആൾക്കാരാന്ന് അറിയോ ജോക്കി? ഈ അരി ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാതെ മറ്റേ ധൃതിക്ക് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നവന്മാർ ഈ പാസ്തയൊക്കെ മേടിക്കുന്നത്. അവന്മാർക്ക് കുറച്ച് കൂട്ടിയിടണം. അവന്മാർക്ക് സമയം പോയാലും എത്ര ആണെങ്കിലും മേടിച്ചോളൂ. മനസ്സിലായേ? $10 കിട്ടാ ഒരു $2.5 വെക്കാം നമുക്ക്. അരിയും പാസ്ത ഒരേ റേറ്റാ? അല്ല അരിയുടെ റേറ്റ് അല്ലാതെ കൂടുതലാണ്. ഇതിന് മാർക്കറ്റ് പ്രൈസ് 1.35 ഉള്ളൂ. പിന്നെ ഷുഗർ പഞ്ചസാരക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് നമുക്ക് 1.4 മാർക്കറ്റ് പ്രൈസ്. $2 കൊടുക്കാം. $2. ഇപ്പൊ കണ്ടോണേ ജോക്കി
ഇനി നോക്കിക്കോണം കടയിലേക്കുള്ള കുത്തൊഴുക്ക് കണ്ടോ ആയാ ആയാ കട തുറക്കണ്ണ ഇതെന്താ? കട തുറക്കുന്നേ എടാ, ഞാൻ ഒരു കട ക്ലോസാ ഇത് കട എങ്ങനെ ഞാൻ തുറക്കും? open ചെയ്യാം. ആ, ഇവിടെ സൂപ്പർ മാർക്കറ്റ്. വാ വരൂ മുട്ടൻ ഓഫർ എടാ എല്ലാരും വിളിച്ചു കേട്ടി വരണേ, സോറി കിലോ 2 കിലോ 2 കിലോ 2 കിലോ ആദ്യത്തെ കസ്റ്റമർ ആദ്യ കസ്റ്റമർ ആണ് നമ്മളൊരു കസ്റ്റമർ വന്നു ചേട്ടാ. നല്ല എല്ലാത്തിനും നല്ല വിലക്കുറവുള്ളതാണ്. വേണ്ടി ഇഷ്ടമുള്ള ഐ ഹാവ് ഫൗണ്ട് സോഡ. ഓ, ഇവന് സോഡ ഇതിന് ഗ്രീൻ ടീ സോഡയൊക്കെയാണ് വേണ്ടുന്നത് കേട്ടാ. ഗ്രീൻ ടീ സോഡ എന്തൊക്കെ വേണം മാഡം? ഫ്രിഡ്ജ് വാങ്ങിക്കില്ല. എടാ നമുക്ക് തണുത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു സാധനം വേണ്ടേ? അതെടുത്ത് വെക്ക്. എടാ ഈ കടയിൽ വരുന്നവർക്കൊന്നും സാധനങ്ങളില്ല വേണ്ട. ജോക്കി എന്ത് ചെയ്യാൻ പറ്റും? എടാ ഈ ഉപ്പും അരിയും ഉപ്പ് കഴിക്കണത് റേഷൻ കടയാണോ ഇത്? ജോക്കി ഇതെന്താ ഫ്രീസർ? മാർക്കറ്റല്ലേടാ ഇത്? ഞാൻ ഒരു ഫ്രീസർ വെക്കാൻ പോവാണ് ഇവിടെ. അതിന് മേലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് അത് വെച്ചോ ഇതാണ് സാധനം മേടിച്ചിട്ട് വന്നേക്കുന്ന വൈദ്യുതി ആരും ഇല്ലേ കൊടുക്കാനോ? ജോക്കി ബില്ലടിച്ചു കൊടുക്കും. എടാ ഒരു ഫ്രീസർ ഇതെന്താ ഇവക്ക്? ജോക്കി ഇതെന്താ ഫ്രീസർ? ഞാൻ ഒരു ഫ്രീസർ വെക്കാൻ പോവാണ് ഇവിടെ. അതിന് മേലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് അത് വെച്ചോ വേണ്ടെന്നേ കോള ബോട്ടിൽ. ജോക്കി 15. ഓക്കെ ഒരു മിനിറ്റ്. ഷുഗർ ഫ്രീ സോഡ ഇതൊക്കെ എവിടെ നിന്ന് ഓർഡർ ചെയ്യും? ഞാൻ സെറ്റ് ആക്കാം. എല്ലാം ഞാൻ ഇപ്പൊ സെറ്റ് ആക്കാം. വെയിറ്റ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കട തുടങ്ങിയതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2.5. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ കിടക്കുന്നടാ. ഫ്രീസറിന്റെ മേലെയായിരുന്നു. ഡബിൾ ഫ്രിഡ്ജ്. ഇത് തന്നെ കാർഡ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് സ്വൈപ്പ് ചെയ്യുന്നേ? കാലിടായിട്ട് ഉറച്ചാൽ മതി. ഇത് ഉരയ്ക്കാൻ സാധനം അല്ലാണ്ട് ആ സ്ക്രീനിൽ ടൈപ്പ് ചെയ്താൽ മതി. സ്ക്രീൻ ടൈപ്പ് എടാ ഈ ഫ്രിഡ്ജിനകത്ത് സോഡ ഇറക്കാൻ ആരില്ലേ? എനിക്ക് ഞാൻ സോഡ സ്റ്റോക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഗ്രീൻ ടീ, ലെമൺ ടീ, ചൂരെടുത്ത് തൂക്കുന്നുണ്ടാ ബ്ലാക്ക് ടീ. നീ പുള്ളിക്ക് എന്തോ വേണ്ടി? ഓർഡർ ചെയ്തില്ലല്ലോ. ആരെല്ലാം മോട്ടിക്കോ നോക്കണ ജോക്കി? കടയിൽ നിന്ന് മോട്ടിക്കോ പിന്നെ ഇല്ല മൊത്തം കാർഡ് പേയ്മെന്റ് നീ. ആണോ? ഓക്കെ. കള്ളന്മാര് കൂടുതലുള്ള സ്ഥലമാണ്. എടാ കോളയൊന്നും ഇതിനകത്ത് ഇല്ലടാ. ഫ്രൂട്ടി യോഗട്ട്, ബട്ടർ. അത് അണ്ണ ആ മറ്റേ ഫ്രാഞ്ചൈസ് പോയിന്റ് വെച്ച് അൺലോക്ക് ആക്കണ്ണ. ആരെടുത്തോ. എവിടെ മേളിൽ എവിടെ? ആ കോള എനർജി ഡ്രിങ്ക്. പക്ഷെ അതില്ല ഫ്രാഞ്ചൈസി ഇല്ല നമുക്ക്. അത് കുറച്ച് സാധനം വിൽക്കണം. ആ കോള പാക്ക് കിട്ടി. ഞാൻ ഓർഡർ ചെയ്യാൻ പോണേ. പ്രോഡക്റ്റ് ഓർഡർ. സോഡ ഡ്രിങ്ക്സ്. കോള സോഡ ഇതൊക്കെ ആരെങ്കിലും കുടിച്ചോ? മൂഞ്ചട്ട സോഡ, കോള ബോട്ടിൽ, ഷുഗർ ഫ്രീ സോഡ, പ്രീമിയം സോഡ എല്ലാം മേടിച്ചിട്ടുണ്ട്. സാധനം വന്ന് വെളി സ്റ്റോക്ക് വന്ന്. ഫ്രിഡ്ജില്ല. വന്ന് അടുക്ക് ഇവിടെ വന്ന് വിട്. അടുക്ക്. എന്താണ് സാർ വേണ്ടത്? ബേസ് പ്രൈസ് കൊടുക്കേണ്ടി വരും. പാല് എടാ ബേസ് പ്രൈസിൽ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ ഞാൻ ഒരാൾ ചെയ്യണോന്ന് പറഞ്ഞ നിങ്ങളെന്നാ സ്ഥാനം ഒന്ന് നിറച്ചേ. ഞാൻ അകത്തോട്ട് പോയി ചാനത്തോട്ട് വരട്ടെ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാ മനുഷ്യന്. അടിക്കുക കോള 2.5 3 രൂപയ്ക്ക് മൂഞ്ചിയാ മതി നീയൊക്കെ. നമുക്കിത് എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നേ? അതൊക്കെ സോഡാപ്പാക്ക് എവിടെ കൊണ്ടുവെക്കും? സോഡ പാക്കൊക്കെ കടയിൽ കച്ചവടം ടപ്പട്ടപ്പെന്ന് പോകുന്നുണ്ട് കേട്ടോ. പാലും ഉപ്പും പഞ്ചസാരയും. മാർക്കറ്റ് പ്രൈസ് $1. അപ്പൊ 2. ഇത് കാണുന്നില്ലല്ലോ. $1.5 സാധനം $2 വിൽക്കണം കേട്ടാ. അല്ലെങ്കിൽ കാര്യം നടക്കൂല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തില്ലേ? ഷെൽഫ് വേണം കേട്ടോ. ഷെൽഫ് വേണേ. ഷെൽഫ് വേണോ? ഷെൽഫില്ല നിറയ്ക്കാൻ. നീ എന്ത് ഏതൊരു കട്ടോണ്ട് ഓടിയതാണ് ഇവിടെ? അല്ല എടാ ഞാൻ ഈ ഇവിടെ നിന്ന് മുരടിക്കുവാന്നേ. ജോക്കി ഞാൻ കാര്യം പറയട്ടെ. ഭയങ്കര കച്ചവടം കേട്ടോ. 4 പേര് ഒന്നും എടുക്കാതെ പോണം. മാഡം എന്താണ് ഇവിടെ? എന്തെങ്കിലും നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്ന് പറയാം. ഒരുത്തും പോയില്ലടാ ഇങ്ങോട്ട് റൈറ്റിൽ. ഇപ്പൊ കള്ളനാണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. പുള്ളി $7 പർച്ചേസ് ചെയ്ത് കേട്ടോ സാർ. എടാ നിങ്ങൾ ഈ ബോക്സ് ഹലോ കുട്ടി പേരെന്താ? ഷെൽഫ് വേണോ? വേണം. നിക്ക് ഷെൽഫ് മേടിച്ചു തരാം. എന്ത് ഷെൽഫാ വേണ്ടത്? പ്രോഡക്റ്റ് ഷെൽഫ്. കുറച്ച് വലിയ ഷെൽഫായ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാണോ ഷാണ?
ഓക്കെ എന്നാ ഒരു ഷെൽഫ് ഇവിടെ വെച്ച് തരാവേ. ഗേൾസ് മൊത്തം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ആർക്കടെ കാർഡ് പേയ്മെന്റ് മാത്രം ആക്കാവോ? ഇത് ഭയങ്കര പരിപാടിയാട്ടോ, ചില്ലറ പൈസ എണ്ണി കൊടുക്കുന്നത്. 1 2 3 4 അടുത്ത ഷെൽഫ് വെച്ചിട്ടുണ്ട്, 2 ഷെൽഫ്. 45 ഓക്കെ ഓക്കെ 40 40. ഇതിപ്പോ എന്തോ കൊണ്ട് വെച്ച് ഇതിനകത്ത്. ഓ ഇനി വീണ്ടും ആ സാധനം എടുത്തോണ്ട് വരണം. എന്തൊക്കെ ഉത്തരവാദിത്വം എനിക്ക്. ഇത് എത്ര? 1.8. ഇതിന് വലിയ ലാഭം വേണ്ട കേട്ടോ. അല്ല കോളയ്ക്ക് ലാഭം വേണം, എല്ലാവരും കോള കൂച്ചും. $2.5 ആക്കാം. എന്താണ് മാഡം, സുഖമാണോ? അവള് നമുക്ക് പൈസ ഇടുന്നതിന് മുമ്പ് ഈ 2 ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ. ആ അത് ശരിയാ, ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യണേ ആരെങ്കിലും. ആരെങ്കിലും അതൊക്കെ ഓ നോട്ട് മാർക്കറ്റ് പ്രൈസ് $4. ഇതെന്താ ഡീകാഫ് സോഡ പാക്ക്? അപ്പൊ അത് $5 കൊടുക്കും. $1 ലാഭമാണ്. $6 കൊടുക്കാം. അല്ല $5 ഇരിക്കട്ടെ. അങ്ങനത്തെ അവന്മാര് മേടിച്ചാൽ മതി ഇവിടുന്ന്. എടാ വൻ കച്ചവടം കേട്ടോ. ഒട്ടും ലാഭം. ആ കുട്ടി ബോയ് ഫ്രണ്ടെ കാണാൻ പോവാണോ? ഇല്ലേ എടാ വാസു മറ്റേന്റെ സ്റ്റോക്ക് 2 പിള്ളേരൊന്ന് ചോദിച്ചു. ചോദിച്ചോ? പിന്നെ നോക്കട്ടെ സാധനം കൊണ്ടോ നോക്കട്ടെ ഇവിടെ. അത് അൺലോക്ക് ആയിട്ടില്ല ജോക്കി നമുക്ക് ഇതുവരെ. ഒരു അപ്പൊ ഐ ഹാവ് നോട്ട് ഫൗണ്ട് ദിസ് ഡിൽഡോ എന്നൊക്കെ ഡിൽഡോ ഇവിടെ കിട്ടും. നോ ഫ്രാഞ്ചൈസി. ബൈ സ്റ്റോറേജ് സ്പേസ്, ഷോ സ്പേസ്, ബൈ ഡിപ്പാർട്ട്മെന്റ്. ഓ വേറെ നമ്മൾ എന്താ വെക്കാത്ത? ഈ ചില്ലറ കൊണ്ടുവരുന്നവന്മാരെ എന്തിരി ചെയ്യണം? എടാ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിൽ എടുത്ത് വെച്ചോ. വാ വാ വെരി വെരി ഞാൻ പയ്യ ഫാസ്റ്റ് തന്നെയാണ്. മണിക്ക് റിട്ടേൺ 14 10 1 2 3 4. ഇവൻ എന്താ വേണ്ടുന്നേ? ഐ ഹാവിന്റെ ഫോണ്ട് പെപ്പർമിന്റ് ലെമൺ ടീ ചായക്കടയാ സൂപ്പർ മാർക്കറ്റ് ഡയറി പ്രോഡക്റ്റ് കാർഡ് തരണേ സാർ. ചീസ് ഗുരുവായൂർ ചീസാ കിമ്മിഡ് ചീസ് മിൽക്ക് യോഗട്ട് ഫ്രൂട്ട് ബട്ടർ ചീസ് ജാനു മോനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കോടി രൂപയുടെ സാധനം വെളിയിൽ വന്നേ ഒന്ന് എടുത്തോണ്ട് വരണേ. ആരെങ്കിലും ഒന്ന് വരണേ. എടുത്തോണ്ട് വരണേ. 1 കോടി രൂപയുടെ സാധനം ഉണ്ടേ. ഒരു ചേച്ചി വന്നിട്ട് ഒരു 9 രൂപയുടെ സാധനം റോങ് കണ്ടെയ്നർ. ഓക്കെ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. റോങ് കണ്ടെയ്നർ ടൈപ്പ് ഫോർ ദിസ് പ്രോഡക്റ്റ്. അപ്പൊ വേറെ ഇതെങ്ങനെ താഴെ ഇടും? ഇതെങ്ങനെ താഴെ വെക്കും? അതറിഞ്ഞൂടാ. എടാ പൈസ കുറച്ച് കൂടി അടിച്ചത് എങ്ങനെയാടാ ബാക്ക് അടിക്കുന്നേ? ആ എടാ ഇവിടെ സ്റ്റോറേജ് ബോക്സ് കൊണ്ടുവെക്കണം. ഇവിടെ സ്റ്റോറേജ് ബോക്സ് ഫയർ ബട്ടൺ നമുക്ക് ഫ്രീസർ വേണം കേട്ടോ. ഫ്രീസർ ഉണ്ടല്ലേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ ഇവിടെ ഒരു ഫ്രീസർ വെക്കാം. കട ഇത്ര പന്തലിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇത് വെക്കണ്ടേ? ഷെൽഫി വെക്കണ്ടേ? സ്റ്റാറ്റിക് ഫ്രീസർ 2 കിലോ വാട്ട്. ഇവിടെ 2 രൂപയുടെ സാധനം മേടിച്ച 50 രൂപ ഇനി ചില്ലറ പൈസ എണ്ണി കൊടുക്കണേ ഇനി. 4. സാർ താങ്ക് യു സാർ താങ്ക് യു. എടാ ഇത് കാർഡ് പേയ്മെന്റ് മാത്രം ആക്കണേ സാർ. ദൈവത്തെ ഓർത്ത് കാർഡ് തരണേ. ചില്ലറ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമില്ല. കാശ് പോയി നല്ല കളിയുണ്ടായിരുന്നു. എടാ ഈ കിണിങ് സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ കടയിലോട്ടുള്ള വരവല്ലേ, പോക്കല്ലല്ലോ. വരവാ അതറിഞ്ഞാ മതി കേട്ടോ എനിക്ക്. ഭയങ്കര വരവാണ്. 12. ഓ 1200 രൂപ തിരിച്ചു ഞാൻ കൊടുത്തേനെ അവന്. അണ്ണ ഷെൽഫി വെക്കുക. എടാ ഇവിടോട്ട് വാ. ഇതോട്ട് കയറ്റി വെക്കുക. എടാ ഇവിടെ ഡ്രിങ്ക്സ് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. ഡ്രിങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഫ്രീസർ അല്ല കേട്ടോ ജോക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, 500 രൂപയുടെ ഉള്ളു ഇനി കയ്യില്. അതാ പറഞ്ഞേ കാശ് പോയി. 2 ഈ ഫ്രീസർ തിരിച്ച് ഫ്രിഡ്ജാണോ വെക്കണ്ടേ? എനിക്ക് തലവേന അണ്ണ കടയിൽ നല്ല കച്ചവടം. പക്ഷെ പൈസ കുറഞ്ഞു കൗണ്ടർ ചെയ്ത് പൈസ എടുക്കണേ. ആരും കൗണ്ടർ ചെയ്ത് പൈസ എടുക്കലടാ. കഷ്ടപ്പെട്ട പോകൂ. വോൾ ഷെൽഫ്, പ്ലാസ്റ്റിക് ഷെൽഫ്, വുഡൻ ഷെൽഫ്. കളയാലോ നീ അവിടെ കയറ്റി വെക്ക്. പൊന്ന സ്ത്രീയെ കാർഡ് തരുമോ? കാർഡ് ഈ പൈസ ഇങ്ങനെ താഴെ വെക്കാൻ പറ്റില്ല എനിക്ക്. 5 1 6 7 8 35 35 നീ അതൊന്ന് എടുത്തേ. ഇതെടുത്തേ. ഞാൻ വഴി ഉണ്ടാക്കാം. വെയിറ്റ് അതെടുക്ക്. ഈ സാധനം $6 ഒരു പട്ട് പോലും മേടിക്കണില്ല കേട്ടാ. അണ്ണ ഇമാർക്ക് അരിമണി ഒന്നും വേണ്ട. ചീസ് മതി. ഇവിടുന്ന് ഷെൽഫോട് കൂടി പോയി. ഹലോ
എടാ ഇവിടുന്ന് ആരോ ഒരു ഷെൽഫ് കൊണ്ടുപോയി. എടാ ഇത് എന്താടാ ഇതൊക്കെ കട നോക്കുന്നത് നിങ്ങള്? നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ ആരും കൊണ്ടിട്ട് പോയി. ഇവിടെ ഷെൽഫ് ഉണ്ടായിരുന്നു ഗയ്സ്, ഇവിടെ ഷെൽഫ് ഇല്ലായിരുന്നോ? പട്ട ഷെൽഫ് ആരും കൊണ്ടുപോയി. പകൽക്കൊള്ളയായി ആണ്. ഇതാണെങ്കിൽ കാൽക്കുലേറ്റർ സിമുലേറ്റർ ആടാ ഇത്. ജോക്കി 700 രൂപ ഇല്ല വെച്ചില്ല ആണല്ലേ? ഓക്കെ അങ്ങനെയാണെ ഓക്കെ. ഞാൻ ഓർത്ത് അതോടെ കൊണ്ടുപോയത്. ചീസ് അവിടെ കൊണ്ടുപോകുമല്ലോ. എടാ ചീസൊക്കെ വെക്കാൻ ഫ്രിഡ്ജ് വേണോടാ. ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വിൽക്കണം. അയ്യോ നമ്മള് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ കേട്ടാ. അണ്ണു വല്ല നടക്കും അണ്ണു. ജോക്കി എന്തെങ്കിലും പറക്കി വിറ്റേ ചേട്ടാ, കുറച്ചുകൂടെ എന്തെങ്കിലും മേടിക്കുക. ഓഫർ ഇട്ടാലും എന്തെങ്കിലും. ജോക്കി എന്ത് ഏറ്റവും കൂടുതൽ സാധനം പോണേ എന്തോന്ന് പറഞ്ഞേ? ഏറ്റവും കൂടുതൽ സാധനം കുടിക്കുന്ന സാധനം. കുടിക്കുന്ന എന്തോ പോണേ സാധനവും കോളയും ടിഷ്യൂ ആണ് ഏറ്റവും. ടിഷ്യൂ ഇല്ലല്ലോ, കോളയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കോള കോള നല്ല രീതിയിൽ കോളക്ക് സെയിൽ വെച്ച ഞാൻ കോളക്ക് $2 വിറ്റത് $3 അടിച്ചു വെച്ചാടാ. കാണിക്കുന്ന വെണ്ണാമണിയാ നീ. ഒരു പടി അറിയാത്ത കുറെ സ്റ്റാഫും. സത്യം. പൈസ കൊണ്ടെടുത്തോ. ഇവിടെ മറ്റേ ചില്ലറക്കാൻ വല്ല വഴിയുണ്ടോ? മറ്റേ അണ്ണ ചില്ലറ എടുത്ത മാറിപ്പോയി. അല്ല $3 14 രൂപ എടുത്ത്. വേറെന്താ വിറ്റു? സ്റ്റോർ ചെയ്യണ്ടേ? ഞാൻ കാര്യം പറയട്ടെ, കുറച്ച് കോള സ്റ്റോക്ക് എടുക്കാം. കോളയും മറ്റേ ഇത് കോളയും അതിന്റെ അടിയിൽ എന്തായിരുന്നു ഇരുന്നേ? എടാ കോള കോള നല്ല രീതിക്കുണ്ട്. മാറി. ഞാൻ കോള സ്റ്റോക്ക് ഇടുവാണേ, കൊണ്ട് നിറക്കണേ. സോഡ ഡ്രിങ്ക്സ്, കോള പാക്ക്. സോഡ ബോട്ട് ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഈ മറാമ എന്ത് പാടി ഇത് കോള ഷുഗർ ഫ്രീ സോഡ ഇല്ല. സാധനം ഷുഗർ ഫ്രീ സോഡ ഇല്ല. എന്താണ് മാം, സുഖമാണോ? എടാ ഷെൽഫ് മാറിപ്പോലെ. ഇവിടെ കോളയാണേ. റോങ് കണ്ടെയ്നർ. സാധനം മാറിപ്പോയി കേട്ടാ. വീണ്ടും ഡെഡ് സ്റ്റോക്ക്. എന്താടാ നിങ്ങളൊക്കെ കാണിക്കുന്നേ? കോളയ്ക്ക് വരെ കോള പാക്ക് എന്തോ മേടിച്ച് പൊക്കാപുളയോ. ഇത് എന്തൊരു ഇവിടെ ഒരു ഷെൽഫ് കൂടെ പണി കൂടെ ആരെങ്കിലും ഇവിടെ ഒന്നും നിലത്ത് വെച്ചിട്ട് ഒരു ഷെൽഫ് പണിതാടാ ഗോകു. പറ്റില്ല. നമ്മളെ ബില്ലടിക്കാൻ തിരക്കുന്നുണ്ട്. അവിടെ കട കൂട്ടിയാലെന്നാ? എടാ കട കുറച്ചു നേരത്തേക്ക് പൂട്ടോ. ഇത് കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇത് എന്തോ ഇത് വന്ന് പാലും പഴവും അമൃതവും തേനും. എംടി ബോക്സ് ഇല്ല ഇതിൽ കിടക്കണേ. എംടി ബോക്സ് ഇതിനുള്ളിൽ വെച്ചാ കട പൂട്ടാതാ. അണ്ണോ ഇത് സീറോ. അത് ആരല്ലോ മന്ദാര ഒന്ന് വന്നടാ, കൗണ്ടറിൽ നിന്ന് വന്നടാ. ഇതൊന്നും എടുത്തടാ ഈ സീറോ. അല്ല ഈ ചേച്ചിക്ക് കൂടെ അടിച്ചു കൊടുക്കട്ടെ. ആ എടാ എഫിലൊക്കെ മതിടാ. എഫിലൊക്കെ താഴെടാ മണ്ടൻ. നേരത്തെ പറയണ്ടേ? ചേച്ചി കട അടക്കട്ടെ. കട കുറച്ചു നേരത്തേക്ക് അടച്ചോ കേട്ടോടാ. ഞാൻ ആരും അറിയാതെ ഒരു അപ്പൂപ്പനെ ക്രെഡിറ്റ് കാർഡിന് ഒരു $2 എക്സ്ട്രാ വെച്ചു കേട്ടോ. പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നാളെ മുട്ട കേട്ടാ നോക്കി. ക്രെഡിറ്റ് കാർഡ് $10 മതി അടിച്ചുവിടാ. ക്രെഡിറ്റ് കാർഡ് ഇവിടെ ഫ്രിഡ്ജ്. ഞാൻ ഓർത്ത് ഫ്രിഡ്ജ് പോയെന്ന്. നമ്മളൊന്ന് റിലാക്സ് ആയേ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോഡ ഡ്രിങ്ക്സ്, ഇതിനകത്ത് കോള ബോട്ടില്. ഇതായിരുന്നല്ലോ നമുക്ക്, ഏതായിരുന്നു നമുക്ക് കൂടുതൽ ചെലവുണ്ടായിരുന്നു? സോഡ ബോട്ടില് ഇതല്ലേ? കോള ബോട്ടിൽ. കോള ബോട്ടിലാണ്. എടാ വെളിയിലൊരു കോള ബോട്ടിൽ വന്നിട്ടുണ്ടാ. അതൊന്നും അകത്തോട്ട് വെച്ചതാ. ഈ ഷെൽഫിലെടുക്ക്. കോള എടുക്ക്. അതല്ലേ ഷുഗർ ഫ്രീ ആയിരുന്നു ഞാൻ പറയണേ കേൾക്കുള്ളല്ലേ. അപ്പുറത്തെ കൗണ്ടറിലോട്ട് പോവാൻ എന്റെ പൊന്നമ്മച്ചി കൈ കാണാൻ കൊള്ളാട്ടോ. ഈ അത് നിറച്ചല്ലേ അതിനകത്ത്? പിന്നെ മാറണോ? എടാ എന്തേലും ഒന്ന് സെയിൽ ഇടറേ. ഇല്ല അതിനകത്ത് വെച്ചോ. എന്തിനാ മാറ്റണേ? താഴെ അതിന് $1 മേളില് $3. അപ്പൊ കാർഡ് പേയ്മെന്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ വല്ലതും കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കി കടക്കാരൊക്കെ പൂട്ടിയാണോ? നമ്മള് മാത്രം. എടാ ഈകളെ നമ്മള് കുറച്ചു നേരമായി ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ജോക്കി ഞാൻ ഒരു കട മുടിഞ്ഞ് ഇത് എല്ലാം അടിച്ചിറക്കുമാരൊക്കെ കട എവിടെ കട അടക്കുന്നത്? ഇത് എവിടെ കട അടക്കുന്ന? ഓഫ് പോയി ഓഫിനെ കട ഓഫ്. ഇത് എടുക്കാൻ പറ്റൂലേ? ഇവിടെ വണ്ണ അവിടെ ഓഫ് ആക്കാൻ പറ്റൂ. കടയൊക്കെ അടിച്ച് പോകുന്നുണ്ടോ?
ബില്ലൊന്നുമില്ല, പോ പോ പോ, കട അടച്ചു പോ. കട അടച്ചില്ലടാ, അടച്ചില്ലേ? അടച്ചില്ല. ഇത് അടക്കാൻ പറ്റത്തില്ല. അടിക്കില്ലേ End of day. ഞാൻ കൊറേ പേരെ അടിച്ചെണ്ണ. നിക്ക് നിക്ക് നിക്ക്. ഇത് പറഞ്ഞോട്ടെ. ചില്ല. ടോട്ടൽ കസ്റ്റമേഴ്സ് 100. 25 പേര് സാധനം കിട്ടാതെ പോയി. വില കൂടുതലാന്ന് പറഞ്ഞ ഒരുത്തം പോയി. മോഷണം നടന്നിട്ടില്ല, കംപ്ലൈന്റുകൾ ഇല്ല. ഫ്രാഞ്ചൈസി ലെവല് 7 നമ്മുടെ. ഇൻകം $4639. മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ് 0. അത് കുഴപ്പമില്ല, നമ്മള് മോഷണം നടന്നില്ല. ബോട്ട് പ്രോഡക്റ്റ് കോസ്റ്റ്, അതായത് ഏകദേശം മൊത്തം ഇൻകം 4600 വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു 2,14,075 രൂപയുടെ സാധനം മേടിച്ച്. എടാ 2140 75 സെൻസ്. അങ്ങനെയാണോ അത്? ഡോട്ടാണോ അത്? കോമയല്ലേ അത്? ഡേ ബാലൻസ് 5201 രൂപ. എങ്ങനെ നോക്കിയാലും ലാഭം. മൈനസ് എടാ 4639 ഇൻകം, അതിൽ നിന്ന് 2140 പോയി, പിന്നെ ഒരു -7700. 7 2 9 4600 -5201. ജോക്കി ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ഈ രാത്രിയിലൊക്കെ വെള്ളം അടിച്ചിട്ടിരുന്ന് ബിസിനസ് പ്ലാൻ പറയുന്ന ചങ്കിന്റെ കൂടെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്താൽ ഇതാണ് സംഭവിക്കാൻ പോണത്. നമ്മൾ ഓവറായിട്ട് സാധനം ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുവാണ്, മനസ്സിലായോ? സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുവല്ലേ, ഇത് ബ്രേക്ക് ഈവൻ ആകും നാളെ. സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? പിടുത്തമില്ല. മര്യാദയ്ക്ക് പ്ലാൻ ചെയ്യണം. നമ്മളിപ്പോ കൊറേ സാധനം ഇറക്കിയില്ലേ, ഇപ്പൊ നാളെ വിറ്റ് പോകണ്ടേ? നാളെ വിറ്റ് പോകുന്നേ. ഇത് പോത്തില്ലേ ഇത്? ഹലോ കണ്ടിന്യൂ. ആ മഞ്ഞ് പെയ്ത്. അപ്പൊ മറ്റേ സാധനത്തിന് ഇച്ചിരി ഇത് കൂടും. ഇതൊന്ന് ഓപ്പൺ ചെയ്ത മറ്റേ ലോബി ഒന്ന് ഓപ്പൺ ചെയ്തേ. ലോബിയ ഓപ്പൺ ലോബി. നേരത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഷെൽഫില് പട്ടിത്തീട്ടം വെള്ളത്തിൽ കുപ്പിക്കകത്ത് പൊതിഞ്ഞ് എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് മാത്രം കുടിക്കാനുള്ളത്. ഇത് എന്താണിത്? ഈ സാധനം മനുഷ്യന് പോയിട്ട് പട്ടിക്ക് പോലും കൊടുത്താൽ കുടിക്കൂല, തുപ്പിക്കളയോ അത്. അതുപോലത്തെ എന്തോ ഒരു സാധനം ഒരു 50 കിലോ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് 2 ഫ്രീസർ ഇവിടെ മനുഷ്യനെ വെക്കാനാണോ വെറുതെ കേട്ടോ. ഇത് മറ്റേ കൊമ്പാച്ചു എന്തോ സാധനം. കൊമ്പൂച്ച. ഈ യോഗോട്ടൊക്കെ എവിടെ കൊണ്ടുവെക്കും ഞാൻ? നിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓവർ പ്രൈസിന് നമുക്ക് കസ്റ്റമേഴ്സ് ഒരാളെ പോയുള്ളൂ. അത് അവന് മേടിക്കാൻ പോയിട്ട് താല്പര്യമില്ല, അവൻ മേടിക്കണ്ട, പോട്ടെ. ഞാൻ അതല്ല പറയുന്നേ. നമുക്കിനി ജോക്കി നമുക്ക് സ്റ്റോർ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരണം. അത് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഇരിപ്പില്ലേ, ഇത്രയും സ്റ്റോക്ക് വിറ്റ് അല്ല, പോയാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജോക്കി, ഈ ഫ്രീസർ ഇല്ലേ, ഈ ഫ്രീസറിനകത്ത് എന്തൊക്കെ വെക്കാൻ പറ്റും? അങ്ങനെയാണ് ഈ ഫ്രീസറൂടെ നിറച്ച കടം മേടിച്ചിട്ടാലും ഞാൻ ഈ ഫ്രീസർ നിറയ്ക്കാം. അവസാനം അതാണോ ഇതിനകത്ത് വെക്കാൻ പറ്റുന്നേ? പിന്നെ അതല്ലേ ഈ ഫ്രീസർ. ചിക്കൻ, മീറ്റ്, മുട്ട. നമുക്ക് നമ്മുടെ കട ചിക്കനും മീറ്റ് മുട്ടയൊന്നും ഇല്ല. ചീസ് വെക്കാൻ പറ്റില്ല, നോക്കിയായിരുന്നു. ചീസ് മറ്റേ മാർലാല ചീസ് വെക്കണം കേട്ടോ, മാർലാല ചീസ്. അല്ല, ഇവിടെ എന്തൊക്കെയോ സാധനം കുമിഞ്ഞുകൂടി. പിസ്സ, ബാർബിക്യൂ, ഫ്രഞ്ച് ഫ്രൈസ്. ഇതെന്താ ഏതാ ജോക്കി? ഇവിടെ 80 എണ്ണം ഒരാൾക്കും വേണ്ടാത്തത്. എവിടെ എന്ത്? വെറുതെ മിൽക്ക് ഉണ്ടല്ലോ, മാറി മിൽക്ക് ബ്രിക്ക്. ഇതൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റുമായിരിക്കും. ഇതാണ് മറ്റേ പാൽക്കട്ടയൊന്നും അതിനകത്ത് വെക്കാൻ പറ്റൂല. ഫ്രീസർ മേടിക്കണം. അല്ല, ഈ മേളിൽ എന്തോ ഇരിക്കുന്നത് ദോഷമാവോ? ഏതാ? കിമ്മിടി ചീസ്. സ്കിം ചീസ് വെക്ക് ജോക്കി. ഇതിനെല്ലാം ഫ്രീസർ വേണമെന്ന്. ഫ്രീസർ ഒന്നും വാങ്ങിക്കേ. ഇത് പൈസ അല്ല കേട്ടോ, പൈസ ഇല്ല ഫ്രീസർ മേടിക്കാൻ. ഇതൊരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? $1000. ഹലോ, ഇതെവിടുന്ന് കിട്ടി? കണ്ണാപ്പി കടക്ക് ഐശ്വര്യ. ഓക്കെ ഒരാൾ വന്നതിന്റെ $1000 കിട്ടി കേട്ടോ. ഞാൻ ഒരു ഫ്രീസർ വെക്കട്ടെ. ഒരു മിനിറ്റ്. ഈ അഹൽ തേജ് ഇത് നീയാണ് കണ്ണാപ്പി? എനിക്ക് ഫ്രീസർ കാണിക്കുന്നില്ലടാ. എനിക്ക് സെക്കൻഡറി ഫർണിച്ചറാ, പ്രൈമറി ഫർണിച്ചർ ഇതൊന്നും കാണിക്കുന്നില്ല. ഫ്രീസർ ഒന്നും. പ്ലാസ്റ്റിക് ഷെൽഫ്, വുഡൻ ഷെൽഫ്, പ്ലാസ്റ്റിക്. എനിക്ക് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡബിൾ ഫ്രിഡ്ജ് ആയിരിക്കും. ഡബിൾ ഫ്രിഡ്ജ് അല്ല. പിന്നെ ഏതാ ഫ്രീസറിന്റെ എന്ത് പേരാ? ഞാൻ നോക്കാം. എടാ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എങ്ങനെയാ? എനിക്കിപ്പോ സെക്കൻഡറി ഫർണിച്ചറിലാ വന്ന് കിടക്കുന്നത്. അതെങ്ങനെ മാറ്റുന്നേ? എക്സ് ആണോ? ഡബിൾ ഫ്രിഡ്ജ്. സ്റ്റാൻഡിങ് ഫ്രീസറാ പൊട്ട. വെച്ചോ ജോക്കി, വെച്ചോ. എവിടെ വെച്ച്? അകത്ത് സ്റ്റോർ റൂമിനകത്തോ?
അല്ലല്ല കണ്ടാ ആ ഇത് എവിടെ 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 ഇതൊന്നും അല്ല ജോക്കി. പൈസ പോയി പോയി. എടാ ഫ്രീസർ ഇതാണ്. എന്താ ആ അതാണ് ഇതിനകത്ത് വെച്ചോക്ക്, ഇതിനകത്ത് വെച്ചോക്ക്. അല്ലല്ല ഈ ഫ്രീസർ എടുക്കുന്നത് എങ്ങനെയാ? എടാ സ്റ്റാൻഡിങ് ഫ്രീസർ ആണെന്ന് വെച്ചാ സ്റ്റാൻഡിങ് ഫ്രീസർ. സ്റ്റാൻഡിങ് ഫ്രീസർ. ഫ്രിഡ്ജാണ് വേണ്ടത്. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ്. നീയല്ലേ പറഞ്ഞ ഫ്രിഡ്ജ് അല്ല വേണ്ടത് ആദ്യം. ഇത് രണ്ടര വിൽക്കണം ഈ സാധനം. ഈ സാമാർത്ത് എന്തൊക്കെ വെക്കാൻ പറ്റുന്ന എങ്ങനെ അറിയാ? എടാ ഇതിനകത്ത് ചിക്കൻ ഇത് മീറ്റ് ഒക്കെ രണ്ടെണ്ണം വെക്കുന്നത്. തൂക്കിയിട്ട് ഇത് വിൽക്കാൻ പറ്റുമോ? ആ വിൽക്കാൻ പറ്റും. ഡിലീറ്റ് ചെയ്താ പൈസ പോവില്ലേ? ഗോക്ക് വിറ്റ പൈസ കിട്ടുമെന്ന് പറഞ്ഞു നീ അപ്പൊ പകുതി പൈസ എന്താ കിട്ടാൻ തോന്നുന്നു, ആർക്കറിയാം. പകുതി പൈസ കിട്ടുള്ള. എടാ ഇതിനകത്ത് ചീസ് വെച്ചോ. ഇതാരാ പാൽപ്പായസം ഒരുന്ത വെച്ചിരിക്കണേ? ഹലോ, വാരി അടുക്കുമ്പോ എന്നോട് പറയണം. ഞാൻ ശിവന് കാര്യം എനിക്ക് ബില്ലൊക്കെ അടിക്കണം. ഇത് പാൽപ്പായസം എന്ത് ഇത്? അത് കോള കോള അതോ അല്ല ബട്ടർ പായസം. അത് അത് ഇതാണ് അണ്ണ ടി വി വെക്കട്ടാ? $4.5. ഫ്ലാഷ് ലൈറ്റ് ഇടണ്ടാ. എടാ ഇത് പായസം അല്ലടാ അത്. പിന്നെ ഞാൻ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് ചിന്തിക്കുന്നതുകൊണ്ടേ കട രക്ഷപ്പെടാത്ത. കാരണം സോഡ ₹1 നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ ₹10 വിറ്റ് നോക്ക്, ആൾക്കാർ മേടിക്കും നോക്കാം. വേണ്ട, താല്പര്യമില്ല. നിന്നെ പോലത്തെ ഒരു ഉമ്മനെ കടയിൽ കൊണ്ടുവന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. മാനുഫാക്ചറിങ് ഫ്രിഡ്ജ് അതെന്താ സാധനം? അതുണ്ടാ ഫ്രിഡ്ജ് ഉണ്ടാക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണ കേക്ക്. കട തുറക്കാൻ സമയം ഇതാ. അപ്പുറത്തെ തുറക്കാൻ ശങ്കരന്റെ സമയം, ഗുണാന്റെ എല്ലാം കട തുറന്ന് മുട്ടം കച്ചവടം. നമ്മള് മാത്രം ഇവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കണം. ഇത് കണ്ട എന്തോരം ഇതൊക്കെ എവിടെ കുത്തി നിറക്കി? ഒരു മിനിറ്റ് ഈ വെയിറ്റ്. തറയിലൊക്കെ കിടക്കുന്ന എന്തോന്നൊന്ന് നോക്കി നോക്കിയേ. ഇത് കോള. ഹലോ, പാലോ? ഇതെന്തോ ഇത്? ഈ ഫ്രിഡ്ജിൽ Milk ഒന്നും brick, വെക്കാൻ milk പറ്റൂല. ഈ ചെറിയ സോനാപ്പിൽ എന്തോ വെക്കാൻ എടാ പറ്റും? നമുക്ക് ഈ ഈ ഫ്രിഡ്ജിൽ standing മനുഷ്യനെ fridge വെട്ടിയെരിഞ്ഞ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇത് വിൽക്കാൻ പറ്റൂ? ഇത് എങ്ങനെ എടാ അത് വിൽക്കണേ? മീറ്റ് വെക്കുന്നേടാ, മീറ്റ് വെക്കുന്നേ. നമുക്ക് സ്റ്റാൻഡിങ് ഫ്രിഡ്ജ് ആ, പാല് വെക്കാം. ഇരിക്കുന്ന ഐറ്റം എന്താ? പാല് വെച്ചോ? അതെവിടെ? ഇവിടെ പാല് വെച്ചോ? ആ ഗോഗു പാല് വെച്ച് ചേട്ടാ. ഓരോ സാധനം വെക്കുമ്പോ എന്നോട് പറയണേ, എനിക്ക് ബില്ലടിക്കണേ കറക്റ്റ് ആയിട്ട്. അണ്ണൻ ബില്ലടിയാണോ? എന്തോ പൈസ കിട്ടിയല്ലോ, അതെന്താണ്? അയ്യോ ഞാനേതാ എടാ ഒരു ഫ്രിഡ്ജ് ആരേലും വെക്കടാ ഒന്ന്. ഫ്രിഡ്ജില് പൈസ ഇല്ലാണു. അതെന്താടാ ഗോഗു? കോള കോള പാക്ക്. ഓ, യുവർ പ്രൈസ് 2.5. അത് ഓൾറെഡി ഇട്ടിട്ടുണ്ടോ? അത് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടല്ലോ. എടാ കോള പാക്ക് ദേ ഇവിടെ ഇവിടെ ഈ ഇതിനകത്തുണ്ടറാ. കാരണം ഞാൻ ഐഡിയ പറയട്ടെ. ഇല്ല ഞാൻ മേടിച്ചു കോള പാക്ക് മേടിക്കില്ല ഇനി ഇനി മേടിക്കില്ല. ഐഡിയ പറയട്ടെ. ആ. നമുക്ക് ഈ പെട്ടി ഇവിടെ തുറന്നിട്ട് അപ്പൊ ആൾക്കാർ വന്ന് ഈ പെട്ടി എടുത്തിട്ട് നോക്കോളല്ലോ. എടാ മണ്ടന്മാരെ, എടാ ഗോഗു ഇങ്ങോട്ട് വന്നേടാ. എന്റെ കയ്യിൽ ബില്ലടിക്കുന്ന ജോക്ക്. പെട്ടിയുടെ സൈഡിൽ ഇട്ടാ പോരെ ഇതിങ്ങനെ. എടാ ബസ് ബോയ് ഇങ്ങോട്ട് വന്നേടാ. അത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേടാ. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. നീ ഇതാ ഈ കോളയെല്ലാം ഇവിടെ നിന്ന് പറക്കിയിട്ട് ഇവിടെ വെച്ചേ. ഇവിടെ വെച്ചേ. ഇവിടെ വെക്ക്. ഇവിടെ ഏ ഇനി പറ്റൂല. അതെന്താ? അതിന്റെ ബോക്സ് എടുത്തേ കളഞ്ഞ്. എടാ എന്താടാ നിന്റെ എന്തൊക്കെയാടാ ഇങ്ങനെ കട ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ പിടിച്ചിട്ട് അത് എടുത്തോണ്ടാ. അത് കിട്ടിയില്ല. അതേ ലോറിക്കാരി കൊണ്ടുപോയി, ചേച്ചി കൊണ്ടുപോയി, അയ്യോ ചേച്ചി കൊണ്ടുപോയി. അയ്യോ കോർപ്പറേഷന്റെ ആള് കൊണ്ടുപോയി. തല്ലി മടി. തല്ലല്ലോ. ഇങ്ങനെ ഒരു കടയിൽ നിൽക്കണേ അഞ്ചിനെ പിടിപ്പിക്കാൻ. കോളപ്പാക്ക് വേറെ കട ഇറക്കട്ടെ, കട ഇറക്കട്ടെ. കടവർക്കൽ അവസാനത്തെ ഒരു പരീക്ഷണോടെ. വെയിറ്റ്. നമ്മുടെ ഡെഡ് ഷോ നമുക്ക് ഇവിടെ സാധനങ്ങളെല്ലാം ദേ ഒരു കണ്ടെയ്നർ സാധനം ഇരിക്കുന്ന സ്റ്റോർ റൂമില്. അത് ദേ ഇഡലിയൊക്കെ എടുത്ത് വെക്ക്. ചീസാണ്. ഞാൻ ഇഡ്ഡലിയാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഇഡലി അണ്ണ എന്നൊന്ന് ഏ റോട്ടി നോക്കട്ടൊന്നും കേറുന്നില്ല. ഇങ്ങോട്ട് വരണേ അണ്ണൻ. വന്ന് സാമാനം ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഏത് ഇപ്പുറത്ത് വെച്ചോ? നന്നായാലും. എടാ ഞാൻ പറയട്ടെ, കുഞ്ഞു കളിക്കല്ലേ, കട തുറക്കണം നമുക്ക്. ഞാൻ ഉള്ള കാര്യം പറയണേ. അബദ്ധം പറ്റി. ഓ ഇത് അവർലി ആയിട്ട് കേറും. ഞാനുണ്ടേ ഇതില് ഒരു ഫ്രിഡ്ജ് കാണുന്നില്ലല്ലോ. ആ, അത് വെച്ചാ ഈ ഫ്രിഡ്ജ് വേണ്ട. എന്തോ വേണ്ടേ?
അത് വേണ്ട, വിറ്റ് വിറ്റ്. ആ വിറ്റ് ഇനി ഒരു ഫ്രീസർ ആണെന്ന് തോന്നുന്നു. ഫ്രീസർ ഉണ്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലത്തെ സാധനം ഇരിക്കാൻ നോക്കണ. വെയിറ്റ്. എടാ ഞാനൊരു സാധനം വെക്കുവാണേ, സെൽഫ് ചെക്കൗട്ട്. സെൽഫ് ചെക്കൗട്ട് വെക്കല്ലേ പൈസ പോയി, 2000 രൂപ പോയി. ജോക്കി വെക്കല്ലേ, അത് ഇതാക്ക് ജോക്കി. ആ അണ്ണാ അതേ ജോക്കി സെൽഫ് ചെക്കൗട്ട് വെക്കല്ലേ ഇത് ജോക്കി. ഈ സാധനം കയറ്റി വെച്ചില്ല. വെച്ച്. ഇതായിരുന്നു അണ്ണാ വേണ്ടത്, ഈ ഫ്രിഡ്ജ് ആയിരുന്നു വേണ്ടത്. ഈ ഫ്രിഡ്ജ് വെച്ചോ? ഓ ശരി, സാധനം എടുത്തിട്ട് വേണം, എല്ലാം എടുത്തിട്ട് വേണം. ഇതിലൂടെ ഞാൻ വെക്കാൻ പറഞ്ഞ ആദ്യം. അത് ഇത്ര കയറ്റാൻ പറ്റില്ല, കുറച്ചുകൂടെ കയറ്റാൻ ഓരോരോ സാധനം മാത്രമേ വെക്കാവോ ഒരെണ്ണത്തിൽ. എനിക്ക് വില ഇടാനുള്ളതാണ്. ആ ചേച്ചി നല്ല ഓഫർ ഉണ്ട്, കേറ്. പറഞ്ഞില്ല ഞാൻ മറ്റേ മെഷീൻ എടുത്തോണ്ട് വരട്ടെ ഒരു മിനിറ്റ്. ഞാൻ കബോർഡ് കൊണ്ട് കളയാൻ പോവാ. വില ഇടട്ടെ. കുറച്ച് വില കൂട്ടിയിട്ട് ഞാൻ സെയിൽ കൊണ്ടുവെക്കാം. സ്കിംഡ് യോഗട്ട് $4. കുറച്ച് വില കൂട്ടി ഞാൻ ഇവിടെ യോഗട്ടാ എന്നാ $4. $1 പ്രോഫിറ്റിൽ എല്ലാം വിൽക്കാവേ. എല്ലാം $1 കുറച്ച് ഇതായിട്ട് ചിന്തിക്ക്. ആ ഇത് 2.5. നമ്മൾക്കൊരു 3:40 വിറ്റോ. 3.40. ഓക്കെ. അണ്ണ ഏതിലൊന്നിന് മറ്റേ പാർമിജാനോ ചീസില്ല, അതിന് വില കൂട്ടിയിട്ട് ഞാൻ സെയിൽ വെക്കാം. ഏതിനാ പാർമിജാനോ ചീസ്. പറമ്പി ജാനു ചീസ് 2.1 മാർക്കറ്റ് പ്രൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, $3.5 ഇട്ടിട്ട് സെയിൽ ഇട്. എന്നിട്ട് ഫ്ലാഷ് സെയിൽ ഫ്ലാഷ് സെയില് 3-4 വെക്കാം. ഫ്ലാഷ് സെയില് ഞാൻ 3.5 ഇടാ കേട്ടാ. 3.5 ഇടുവാണേ. അല്ല ഞാൻ ഒരു 10% ഓഫ് കൊടു. $3.8 ഇട്ടിട്ട് 10% ഓഫ് കൊടുത്തിട്ട് പറ്റിക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. കടയിലിട്ട് സ്റ്റോക്ക് ഇറക്കിയേ. നിക്ക് ഒന്ന് കട തുറക്കല്ലേ. ഇത് വെക്കുന്ന എങ്ങനെ മറന്നു പോയല്ലോ. ഒരു പിടുത്തം ഇല്ല അതെങ്ങനെയാണെന്ന്. 3.95 $5 വെക്കണം. വാനില യോഗട്ട്, വാനിലക്കൊക്കെ ഭയങ്കര വിലയാ. ഈ സെയിൽ എടുത്ത് കളയാൻ പറ്റുമോ ഈ കോളാടെ? ആ കോളയുടെ സെയിൽ എടുത്ത് കളാ. ആ സ്റ്റിക്കർ എടുത്ത് അപ്പുറത്ത് ഒട്ടിച്ചിട്ട് കോള മാറ്റിട്ട് വേറെ എന്തെങ്കിലും പേര് ഒട്ടിച്ചു വെക്കും. കളയുന്ന എങ്ങനെ അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. നിക്ക് കട ജോക്കി ഡെഡ് സ്റ്റോക്ക് ഇനിയുണ്ട് കുറച്ച് സാധനം. ഇതുണ്ട്. ഇതെന്താ ഓർഗാനിക് ആയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. വില ഇടുവണ്ണ. ഏതിന് വില ഇടണം? ഓർഗാനിക് ആയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എടാ നീ സ്റ്റോക്ക് ഇറക്കല്ലേ, കൊണ്ടുവരുന്ന സ്റ്റോക്ക് ഇവിടെ കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഡ്യൂട്ടി. ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇത് മറ്റേ ഗ്രീൻ ടീ ആൾക്കാരെന്ന് ചോദിച്ചേ. ആ ഗ്രീൻ ടീ അല്ലേ? ഓക്കെ, ഗ്രീൻ ടീ. ഓക്കെ, നീ അത്ര ഇത് വേണ്ടതായിരുന്നു കേട്ടോ, ഇത് വേണ്ടതാണ്. കുറെ പേര് കസ്റ്റമേഴ്സ് പോയത് ഈ ഗ്രീൻ ടീ മിന്റും ഇല്ല. അപ്പൊ ആൾക്കാർ ഗ്രീൻ ടീ ഉണ്ട്. പിന്നെ അപ്പൊ $3.5 അത്രയും $3.5 കൂട്ടണ്ണ 4 വെക്ക്. സെയിൽ എങ്ങനെ കളയുന്നോ? സെയിൽ കളയുന്ന എങ്ങനെ? ഗ്രീൻ ടീക്ക് ഒരു $4 ഒക്കെ. ഇതൊക്കെ ആവശ്യക്കാരുള്ളതല്ലേ ഇതെല്ലാം. ഓവർ പ്രൈസ്ഡ് ആവും ജോക്കി. ബിസിനസ് നടത്തി പരിചയമില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്ന കേക്ക്. അരി ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ. കാരണം ഇതെല്ലാം മേടിച്ചിട്ട് അരി ഇല്ലെങ്കിൽ ഞാൻ അരി സ്റ്റോക്ക് ചെയ്യണേ. ഒരു മിനിറ്റ് വേറെ നിങ്ങൾ ആരും സ്റ്റോക്ക് ചെയ്യല്ലേ. സ്റ്റോക്ക് ചെയ്യുമ്പോ എന്നോട് പറയണേ. ബേസിക് പ്രോഡക്റ്റ് അരി മാത്രം ഞാൻ മേടിക്കുകയാണേ. ഈ കട എങ്ങനെയാണോ തൂക്കുന്നേ? ഇപ്പൊ തന്നെ 50,000. അരി വെളി വന്നിട്ടുണ്ട്. അരി അരിയുടെ അരിപ്പെട്ടിയുടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? വെള്ളം കൂടെ ഓർഡർ ചെയ്തിട്ട് കട തുടങ്ങാവേ. കട തുറക്കാവേ. അണ്ണാ അരി ഞാൻ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഞാൻ വെള്ളം ഓർഡർ ചെയ്യട്ടെ. വെള്ളം പ്രോഡക്ട്സ് വാട്ടർ ബോട്ടിലല്ലേ? ആകെ $1,400 -$53. ഹലോ, എന്താ വെള്ളം മേടിച്ചതാ? തുടക്കത്തിന് നഷ്ടക്കച്ചവടം. എടാ വെള്ളത്തിന് $1 ഉള്ളൂ.
പെർക്ക് അക്യൂർഡ്ന്ന് എന്ത് പെർക്ക് കിട്ടിയല്ലോ? ഹലോ ആ അപ്പൊ മറ്റേ പുതിയ സാധനം അൺലോക്ക് ചെയ്യാം, മറ്റേ പിസ അതൊക്കെ അതിലാന്ന് തോന്നി. അത് ഞാൻ അൺലോക്ക് ചെയ്തത്, ഞാനിപ്പോ അൺലോക്ക് ചെയ്തത്. ദേവേത് കണ്ണാപ്പി ഓർഡർ ഞങ്ങൾ എടുത്തോടാ അതാക്കല്ലോ. ഓർഡറല്ല ദേ ഇവിടെ മറ്റേ അൺലോക്ക് ഞെക്കി ചുമ്മാ ഇങ്ങനെ ഞെക്കി അല്ലെ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇവ മറ്റേ ഓറഞ്ച് സോഡയൊക്കെ അൺലോക്ക് ചെയ്ത്. എടാ കണ്ണാപ്പി ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട്, $1.5 ആക്കാം. എല്ലാം മേടിച്ച് പൂച്ചുവാ. നമുക്ക് ക്യാൻഡ് ഫുഡ് ആയിരുന്നു വേണ്ടത്, ഈ ഫ്രിഡ്ജിലൊക്കെ. ക്യാൻഡ് ഫുഡാ? ആ മറ്റേ പിസ അതൊക്കെ അതാണ് ഈ ഫ്രിഡ്ജ്, കാലി ഫ്രിഡ്ജില്ലേ അതിൽ വെക്കുന്ന സാധനം തോന്നുന്നു. ആ ഓക്കെ, ഐശ്വര്യമായിട്ട് തുറക്കട്ടെ. ഈശ്വര ഭഗവാനെ ദൈവമേ നല്ല കച്ചവടമുള്ള ദിവസമായിരിക്കണേ. ഭഗവാനെ ഇതൊന്നും സെയിൽസ് നോക്കാൻ പറ്റുന്നില്ല അണ്ണാ. എടാ രണ്ട് കൗണ്ടറിൽ ഓരോരുത്തരുന്നു. അത് ഒരു ദിവസം ഒരു സെയിൽ. സേഫാ ഗോകു ഈ counter വാ വാ എല്ലാരും വാ 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 വരൂ 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 വരൂ. നമ്മൾ ഓഫറിലാണ് ഇന്നത്തെ, ഓഫറിലാണ് ഇന്നത്തെ. എല്ലാരും വിളിച്ചിട്ട് പാടാ, എല്ലാരും വിളിച്ചു. അതെ ഐശ്വര്യായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണടാ. പുള്ളിക്ക് എന്തോ വേണം. ബില്ലടിക്കാതെ പുള്ളിയൊക്കെ ഇറക്കി വിട്ടല്ലോ ഓഫറായിട്ട്. വെള്ളമുണ്ട്, ഫസ്റ്റ് കസ്റ്റമർ ഫ്രീ എടുത്താലോ? എന്ത് പറയുന്നതാണ്? എന്ത് എടുക്കട്ടെ. അതെ ഞാൻ ഇവിടെ അടുത്ത് അതാ പറഞ്ഞ സെൽഫ് കൗണ്ടർ വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് പൈസ പോവില്ലേ? അല്ല ജോക്കി, ഈ കൗണ്ടറിൽ നിൽക്കുന്നത് ഒരു ആക്ടിവിറ്റിയാ. അതാ സെൽഫ് കൗണ്ടർ വേണ്ടെന്ന് പറഞ്ഞേ. എന്താ ഗൂഗിൾ ഇവർ എത്ര മേടിച്ചേ? ഞാനൊന്ന് കൗണ്ടർ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെയാടാ ബില്ലടിക്കുന്നത്? ഹലോ അണ്ണാ അത് ക്ലിക്ക് ചെയ്യ, സാധനത്തിൽ ക്ലിക്ക് ചെയ്യാ. ഒരു കാർഡൊക്കെ തന്നു കേട്ടോ, $8. ചീസ് പെട്രോൾ അടിച്ചാൽ മതി. തിരിച്ച് പൈസ കൊടുക്കുന്നത് എങ്ങനെ? ഹലോ പൈസ കൊടുക്കുന്നത് എണ്ണണോ? ചീസ് കൊടുത്തു പോയോ? തള പോകുന്നില്ല. ഞാനേ കൂടുതലടിക്കും, എണ്ണടാ പൊട്ടാ, 4 എണ്ണ. കട അടപ്പിക്കോ കണ്ണാപ്പി നീ? പെട്ടെന്ന് $100 ലാഭം കയറി കണ്ടില്ലാണ്. പൈസ കയറുന്നുണ്ടേട്ടാ കുറച്ച്. കട മെച്ചപ്പെടുന്നുണ്ട്. അത് പിന്നെ എങ്ങനെ മെച്ചപ്പെടായിരിക്കും? ഞാൻ മറ്റേ ഇവിടെ ക്യൂ ആയേ. ജോക്കി പെട്ടെന്ന് ജോക്കി പടപടന്ന് അടിച്ച ജോക്കി, ആള് നിൽക്കുന്ന ജോക്കി. എടാ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാവോ? അഡ്വർടൈസ്മെന്റ് നോക്കട്ടെ. ഇവരെന്താ പറയണ? പൈനാപ്പിൾ സോഡ, കോൾഡ് ബ്രൂ. നോട്ട് കണക്കറിഞ്ഞൂടാ, ആരിലൊന്നും വന്നേടാ കൗണ്ടറിലോട്ട്. എന്താ എനിക്ക് ഇതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്. 37 രൂപ തിരിച്ചു കൊടുക്കേ. 37 ഒരു 20 ഒരു 10. ഈ കോമ കഴിഞ്ഞിട്ട് എന്താ 93 ഇട്ടേക്കുന്നത്? അപ്പൊ ഞാൻ എത്ര കൊടുക്കണം? സെൻസ് സെന്റ് അല്ലേ? ഒരുത്തർ 50 കൊടുത്ത് വിട്ടേട്ടാ. ഇവരെന്തോ പറയുന്നു? ഓറഞ്ച് സോഡ കുറെ പേര് പറയുന്നു. അത് ഈ കണ്ണാപ്പി ഇപ്പൊ അൺലോക്ക് ആക്കിയതാണ്. അത് ആൾക്കാരൊന്ന് ചോദിച്ചു. അത് സിറിയൽസ്, ഹണി സിറിയൽസോ അതൊക്കെ? അണ്ണാ 51 കൊടുക്കണ 41 കൊടുക്കാൻ 50 കൊടുത്ത് വിട്ടു. ഞാൻ വീണ്ടും വലിച്ചു കേട്ടോ. അപ്പാപ്പന്റെ $10. കൗണ്ടർ നിൽക്കോടാ, കണക്കറിഞ്ഞൂടല്ലോ. കണ്ണാപ്പി ഞാൻ കൗണ്ടർ ചെയ്തോളാം. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ, എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞുതരാം. അണ്ണാ ഇവൻ മാറണ്ടേ? മാറ്. ഇതുകൊണ്ടത് ഈ ബില്ലൂടെ എനിക്ക് അടിക്കാൻ പറ്റൂ. ഇത് അടിച്ചോട്ടെ. പൈസ ഒന്നുമില്ലവൻ. അണ്ണാ കള്ളറാ. അവനടിച്ച് അടി ബാക്കി കസ്റ്റമറെ അടിക്കില്ലടാ ഗോകു.
അപ്പൊ കാശ് തരാൻ നമ്മളൊക്കെ വിടാന്ന് വിചാരിച്ചു. എടാ, നീ ഒന്ന് കൗണ്ടർ ചെയ്ത് മാറിയടാ ദയവ് ചെയ്ത് ഒന്ന് മാറ്. ഇനി എന്തോ ചെയ്യേണ്ടത് ഇവിടെ? അണ്ണാ, ഇവിടെ ഇത് അവിടെ ചെയ്യാലോ, അപ്പൊ കാശ് സാധനങ്ങൾ തരണം. വരും. ലൈറ്റ് സാധനങ്ങൾ ഗോകുവേ. സാധനം വരും. ആ. കണ്ടാ? ഇങ്ങോട്ട് അത് ക്ലിക്ക് ചെയ്യാം. ആ. അപ്പൊ അത് ആ കമ്പ്യൂട്ടറിൽ പൈസ വരും. ആ പൈസ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി കൊടുക്കാനുള്ള പൈസ ഇത് വരയ്ക്കാൻ എടുക്കും. അതായത് ബാക്കി- ഒരു ഡോളർ അങ്ങ് എത്ര ബാക്കി കൊടുക്കാനുള്ള? 8,000 മണി ഗിവൺ 20, മണി ടു റിട്ടേൺ 11. ആ $11 തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പൊ ഒരു $10 എടുക്കുക, ഒരു $1 എടുക്കുക. ആ പിന്നെ അതെങ്ങനെ കൊടുക്കും? 10 സെന്റ് കൊടുക്കുക. അന്നേരം കറക്റ്റ് ഇവിടെ പൈസ വരും. കറക്റ്റ് പൈസ ആകുമ്പോ അണ്ണന്റെ അവിടെ വരും. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൂടുതൽ വലിച്ചാലും പറഞ്ഞേ അറിയോ? അങ്ങനല്ല അണ്ണാ, ഇവൻ പറയുന്നല്ല 8,90 കണ്ടോ, ആ അതാണ് അണ്ണൻ കൊടുക്കേണ്ട പൈസ. 8 രൂപ കൊടുക്കണ്ടേ? 8 രൂപ കൊടുക്കേണ്ടത്. അണ്ണാ, മന്ദാരം 11 എന്താ പറയുന്നേ? അണ്ണ എന്റെ 8 രൂപ കൊടുത്തേ. പതിനഞ്ച്. അണ്ണ 8.90 വെച്ചാൽ 9 രൂപ കൊടുത്തിട്ട് 10 രൂപ പോട്ടെ, 10 സെന്റ് പോട്ടെ. എടാ പോടാ, 11 രൂപ അണ്ണന് കൊടുക്കേണ്ടത്. അണ്ണ ഒരു $10 ഒരു $1 കൊടു. എന്നിട്ട് ഒരു 10 സെന്റ് $10 $1. 10 സെന്റ് അല്ലേ അത്? ആ അത് ഇത് 50 പേരായ ക്യൂല്ലേ. $10 ഇത് എത്ര കൊടുക്കണ്ടേ? അപ്പൊ അണ്ണ അപ്പൊ ഇല്ലേ മറ്റേ ഫയർ ഇതാണ് പറഞ്ഞത് self checkout വെക്കാൻ. കണ്ടാ? അണ്ണ എടുക്കുന്ന കാശോ അതിന് എടാ, താഴെ 11 ഓ മനസ്സിലായി 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 മനസ്സിലായി. 5 സെന്റ് കൂടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഓ ഇവൻ കൊറേ സാധനം അധികം മേടിച്ചിട്ടുണ്ട് കേട്ടാ. കാടോ അവന്റെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. സ്ക്രീനിൽ എടാ, അവിടെ ഗോകു ടൈപ്പ് ആണെങ്കിൽ ക്യൂ നിർത്തിക്കോ. എന്ത് വേണം? എന്നാ സ്ക്രീനിൽ ആ എമൗണ്ട് ടൈപ്പ് ചെയ്യണ 15 അടി ലാഭം നമുക്ക് തന്നെ. 7 സെന്റ് ലാഭം. ബിസിനസ് മാനായിട്ട് ചിന്തിക്കുക. ലോകത്ത് നല്ലവനായിട്ട് നിക്കണ്ട. അതെന്തി അത് പോയോ? ഇതായോ? പിന്നെ ആയി 15 ഓർഡർ കിട്ടി. ഇല്ല അണ്ണ അടിച്ചത് തെറ്റാ 14 കൊമേഡാണ് കോമ. 14 രൂപയ്ക്ക് 1000 രൂപ ബില്ലടിച്ചേക്കുന്നത്. അത് പോയിട്ട് പോയിട്ട് പോയിട്ട്. ശരത്തെ ഇതെന്താടാ ഗോകു, നിന്റെ കൗണ്ടറിൽ എത്ര പേരാടാ? റിട്ടേൺ $2 അല്ലേ? മാറാളയാ അണ്ണാ ഞാൻ ഒരു കാര്യം ഒരു കൗണ്ടർ കൂടെ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഭയങ്കര തിരക്ക്. ഇല്ലില്ല ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഇപ്പൊ പടവട അടിക്കുമല്ലോ. അതായത് അപ്പുറത്തെ കൗണ്ടറൊക്കെ അണ്ണൻ പടപടയെന്ന് അടിക്കുന്നുണ്ട്. പൈസ പൊട്ടിച്ചോണ്ട് പോയി. ഹലോ ആ, ആരാ, ആരാ, ആരാ? ഏതാടാ, ഏതാടാ? ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒരു സെക്കൻഡ്. $5 കൊണ്ടുപോക്ക് കുഴപ്പമില്ല ചേട്ടാ. ഓഫർ ഉണ്ട്. ഇവള് ആനക്കള്ളിയാണല്ലോടാ ഇവള്. ഇരിയാടി വടി ടു റിട്ടേൺ $5 $5 ആ ഒരു $6 എന്നോട്ടെ കുഴപ്പമില്ല. ഇതാ കൊണ്ടുപോക്കോ. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഓഫറാണ് സാർ. താങ്ക് യു സോ മച്ച്. എടാ സോഡ കൊറേ പേര് മറ്റേ ഇത് കോള കൊറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടാ. ആ അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനല്ലേ ഫ്ലാഷ് ലൈൻ ഇട്ടത്. ചുമ്മാടാ. കോള തീർന്ന എന്ത് ചെയ്യണം? കോള റീസ്റ്റോക്ക് സാധനം എടുക്കും സാധനം എടുക്കും. ഓക്കെ 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 ഓക്കെ. കോളേന്തി എവിടെ? എടാ മറ്റേ പട്ടിക്കാട്ടം പോലത്തെ ജ്യൂസും കൊറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടാ. ഒട്ടല്ലേ വർക്കൗട്ടായി. അടന്റെ ബിസിനസ് വർക്കൗട്ടായി. സത്യം അതേ പറഞ്ഞ ഓഫർ കൊടുത്തു വിട്ടത്. കോള ഇട്ട് ഇപ്പൊ പുതിയ സാധനം പറഞ്ഞേ അരി ചക്ക് യോ ഇവരെന്തോ ഏത് നല്ല ക്യാഷ് ടീം കേട്ടാ. ഇവന്റെ അതിനകത്തൊന്നും ഒരു 30 പോയാൽ അറിയത്തില്ല. 30 ക്യാഷ് 12 കൂട്ടിയടിക്കാൻ പറ്റൂല കേട്ടാ. കൂട്ടിയടിക്കാൻ പറ്റൂല. കൂട്ടിയടിക്കാൻ പറ്റൂല കേട്ടാ. കറക്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ നോക്കിയായിരുന്ന $2 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ക്യാഷ് തരുന്നതിനെ പറ്റിക്കാവേ. അതിപ്പോ എന്റെ ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ പൈസ കൂട്ടാനുള്ള. മണി ടു റിട്ടേൺ. അയ്യോ $38 ഉറപ്പാക്കില്ലെന്ന് പറഞ്ഞ കരയുന്നതാണേ. 30 സോഡ പാക്കോ? 36 37 ഉള്ളത് മേടിച്ചു കുടിച്ചിട്ട് പോട്ടെ. പിന്നെ ഇതെന്ത് ഇനി വെക്കാൻ സ്ഥലമില്ല ഇതില്. ഏതെങ്കിലും ഒരെണ്ണം വില്ലാട്ടെ. കൊണ്ടുപോ കുഞ്ഞ്. സോഡ പാക്ക് വെച്ചൊന്ന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ഐഡിയ തോന്നുന്നു. എന്താണ് ഐഡിയ നിന്റെ? ഞാനേടാ കോളയുടെ വില അല്പം കൂട്ടി. എത്ര? $10. പത്താ? എടാ ഒരിക്കലും പോവൂലടാ. അത് ഒരിക്കലും. അണ്ണാ അതിപ്പോ 20, 10, 30, $35 എന്നാ. ഇതൊക്കെ ഓഫറാണ് സാർ. ഇനിയും വരണേ. അപ്പുറത്തെ കടയിൽ നിന്നും പോയി മേടിക്കല്ലേ. എല്ലാ പട്ടിക്കാട്ട സാധനങ്ങളാ അവിടത്തെ. കാർഡ് സാർ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 5% ഞങ്ങൾ ഇങ്ങോട്ട് പിടിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കാർഡില്ലല്ലേ ഇതല്ലേ ഒന്നേ ഉള്ളൂ.
വാസുണ്ണ 10 ഡോളർ ഇട്ടിട്ട് ഫ്ലാഷ് Cash സെയിൽ ആണ് $9 ഇരിക്കുന്നുണ്ട്. ഓക്കെ കാർഡ് 23 70. ഞാൻ ഇവിടെ പലവിടെ ബില്ലിംഗ് ആണ് ഇപ്പൊ. കൗണ്ടർ ഫ്രീ ആവോ ഇപ്പൊ? ഇത്ര ആൾക്കാരുണ്ടല്ലോ. മണി ടു റിട്ടേൺ 55 സെന്റ്. ഓ കോളേക്ക് ആൾക്കാർ എടുത്തോണ്ട് പോകണ്ടോ $5. $5 കോൾ എടുക്കുന്നുണ്ടോ ആൾക്കാര്? ഞാൻ $5.6 കോള ഇട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ കൗണ്ടറിൽ ഒരാൾ പോലും കോളായിട്ട് വരുന്നില്ല കേട്ടാ. അതിപ്പോ ഇതിപ്പോ കണ്ടോ, waste ഒക്കെ ഇല്ലേ? കാണിക്കും, അതിപ്പോ ഓർമ്മയില്ലാത്ത കൊണ്ടുവന്ന കണ്ണാപ്പിയല്ലേ. ഇല്ല ഓവർ പ്രൈസ് കാണിക്കുന്നില്ല. കണ്ണാപ്പി ബാഗിലിട്ട് കൊണ്ടുവന്ന എന്താണ്? എടാ ഇവിടെ ആള് നിക്കുന്നില്ല. കടയട ഹലോ കടയടക്കോ ഹലോ. കട അടയ്ക്കണോ? വേണ്ട നല്ല കച്ചവടമുണ്ട്. നല്ല കച്ചവടം നല്ല കച്ചവടമുള്ള സമയം കടയൊന്നും ഒരു കോട്ടിട്ട കള്ളം വന്നിരിക്കുന്നേ. ഇവിടെ കോട്ടിട്ട കള്ളം വന്നിരിക്കുന്നേ. പിന്നെ ഇത് സൂക്ഷിച്ചേ. കോച്ചിട്ട കള്ളനാ. അവൻ കൊറേ നേരിട്ട് എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ? സാധനം ഒന്നും മേടിക്കുന്നില്ല. കൊടുക്കട്ടെ വീശട്ടെ. വേണ്ട കസ്റ്റമേഴ്സിനെ തല്ലല്ലേ. ഓ ഇവിടെ ആരാളത്? ഇവിടെ വീട് മാറി വന്ന ആരോ സാധനം മേടിക്കാൻ വന്നു. ഒത്തിരി സാധനം എടുത്ത് പൈസ പൈനാപ്പിൾ സോഡ, ലെമൺ ടീ. അളിയാ ഞാൻ ലെമൺ ടീ ഒക്കെ അണ്ണാ ലെമൺ ടീ മേടിക്കട്ടെ. ആൾക്കാർ അത് കൊണ്ടിരിക്കുന്നു ലെമൺ ടീ. ലെമൺ ടീ വാങ്ങി. ഓക്കെ $100 വലിയ പൈസ. ഷുഗർ ഫ്രീ സോഡ ബോട്ടിൽ. എടാ ആരെങ്കിലും പോവാണെങ്കിലേ ഞാനിവിടെ ചൂലും പിടിച്ച് പോകണ്ട അടിക്കാൻ കേട്ടോ. ആ. കൊണ്ടോ പോയിട്ട് ഈ കാർഡ് സാർ ക്യാഷ് തരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ മേഡം? ഇല്ലല്ലേ. ഇത് പക്ഷേ ഇതിപ്പം 84. നമ്മള് ഒരു ആവശ്യമില്ലാതെ ഒരു ഫ്രീസർ മേടിച്ചിട്ടുണ്ട്. ഒരു ഉപകാരവും ഇല്ല അതുകൊണ്ട്. സാധനവും ഇല്ല, വേറൊന്നും വെക്കാനും പറ്റത്തില്ല. എടാ ഇത് ലെമൺ ടീ ഡ്രിങ്ക് വെക്കാൻ സ്ഥലമില്ല. എടുത്തോണ്ടോ നിക്കോ. എടാ ഗോകു ആൾക്കാർ വേറെ ഗോകുവേ സോഡയാ? എന്റെ കൗണ്ടറിൽ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരു കള്ളം വന്നിട്ടുണ്ടേ. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചൂലായിട്ട് വരുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ ഇവിടെ ചൂലായിട്ട് മാറിക്കാൻ ഇപ്പൊ ഉണ്ട്. എടാ ഇന്ത്യ ഇവൻ തന്നെ ഞാൻ പറഞ്ഞ കോട്ടിട്ട കള്ളൻ. അതിപൻ തന്നെ വെയിറ്റ് തല്ലല്ലേ. അവൻ കൈവെക്ക് കള്ളനാണോ നോക്കട്ടെ. തൂക്കുന്ന പോലെ നിപ്പുണ്ട് ഇവിടെ. അവന് വെച്ചു കൊടുക്കാം. ഗോകു എന്തൊക്കെ കാണണം ദൈവമേ. പൈസ ഒന്നോണ പൈസ ഒന്ന് നോക്കണം. അവൻ പൈസ ഒന്ന് നോക്കണം. സാധനമായിട്ട് ഓടാനാ പ്ലാൻ. പൈസ അവ കാശോ കാണാമല്ലോ പറഞ്ഞ വെച്ചവൻ നോക്കിയാണ്. കണ്ണപ്പ എന്റെ കണ്ണ് കണ്ടോ? അവൻ കാശൊന്ന് കാശ് വന്നിട്ട് ഇറങ്ങിപ്പോയി. എടാ സാധനം ഒന്നും വാങ്ങിച്ചില്ലടാ. അവരെല്ലാം എന്നിപ്പുറത്ത് ഇടാ. ഞാൻ അടിക്കുന്ന റിയൽ കളറാണ്. നമ്മുടെ സാധനം ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴുന്നത്. അങ്ങനെ പൊഴിഞ്ഞു വീഴും. കള്ളന്മാരാണ് പൊഴിഞ്ഞു വീഴും കേട്ടാ. സാധനം വീണ് എടുത്തെടുത്തു. അണ്ണാ $5 വെച്ച കോള പടപടയിൽ വിറ്റ്. കോളമെല്ലാം പോയോ? എന്താണ് വിചാരിച്ചതിനെ കുറിച്ച്? ഒരു 1 2 3 പെണ്ണേ നിന്നെ പിന്നെ ചേച്ചി കൊണ്ടോ കൗണ്ടർ. എടാ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രീസ് പോലത്തെ സാധനം ആൾക്കാർ നിറച്ചു കുടിക്കുന്നുണ്ട് കേട്ടാ. അതന്നെ അത് മൊത്തം വിറ്റുപോയി. എന്താ അത് വിറ്റുപോയി സാധനം. എന്താ ഇവനെ അയ്യോ ഇവന് 2 കുപ്പി വെള്ളമൊക്കെ പൈസ കൊടുക്കുന്നുണ്ടോ? അതോ പൈസ തന്നോണ്ടോ? പൈസ അവന് 1 രൂപ കൊടുക്കോണ്ട് വെയിറ്റ്. $1 ഒന്നുമില്ല. വാ ഇവള് അത്യാവശ്യം സാധനം മേടിച്ചിട്ടുണ്ടേ. കാട ഈ കാടുള്ളവരെ പറ്റിക്കാൻ പറ്റില്ലടാ. എണ്ണ എല്ലാരും വന്ന് ഈ ഷുഗർ ഫ്രീ സോഡ, ഡെക്കാഫ് സോഡ ഒക്കെ ചോദിക്കുന്നത് എന്ത് ചെയ്യണം? ഇനിയിപ്പോ അത് നാളത്തേക്ക് ഇല്ല ഇന്നിന് സ്റ്റോക്ക് ചെയ്യണ്ട. കടയിലെ സാധനം എല്ലാം വിറ്റ് തീർക്ക്. നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കാം. മനസ്സിലായ? നീ എന്തോടാ സാമാനത്തിൽ പിടിച്ചു വെച്ചേക്കുന്നത്? നിനക്ക് കൂടുതൽ തരാം പൊക്കോ. ഇതെന്താണ് ഈ ട്രേ? എന്താടാ ഇതെന്താ സംഭവം? അറിയത്തില്ല.
ഒരു രീതി കൊണ്ടുപോകാൻ പറ്റും ആൾക്കാരെ. തിരിച്ചു കൊണ്ടുവെക്ക, തിരിച്ചെടുക്കാനുള്ള സാധനം മനസ്സിലായോ? നെക്സ്റ്റ് തള്ളുണ്ടാക്കല്ലേ മാഡം, പെട്ടെന്ന് എടാ ഗോകുവേ. അല്ല ഒന്നുമില്ല 14 പാസ്ത വെനീസ് ഒക്കെ തീർന്ന് അതൊക്കെ വന്ന ആൾക്കാർ ചോദിക്കുന്നതാണ്. ചോദിക്കട്ടെ, കുഴപ്പമില്ല എല്ലായിടത്തും പറ, നമ്മള് കട ക്ലിയർ ചെയ്യോ, നാളെ പുതിയ സ്റ്റോക്ക് വരുമെന്ന് കേട്ടാ. അണ്ണാ വിളിച്ചോ? കസ്റ്റമേഴ്സിന് ഇല്ല കുഴപ്പമില്ല, നാളെ കസ്റ്റമേഴ്സിന് ഇവിടെ തന്നെ വരണോ? നാളെ അതെ മാഡം ഇവിടെ തന്നെ വരണം, നമ്മൾ നാളെ പുതിയ സ്റ്റോക്കെല്ലാം വരുന്നുണ്ട്. അയ്യോ നടക്കാൻ പോലും ആവത്തില്ല. ഓക്കെ. ഓ മാഡം ഇത് രണ്ടുള്ളല്ലേ? മാഡത്തിനും ക്രെഡിറ്റ് കാർഡ്. ഇടത്തെ സൈഡ് ട്രെവറിനെ പോലെ നിൽക്കുന്നുണ്ടോ ഒരു കള്ളൻ. മാഡം മാഡത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. മൊത്തം $10 ആയിരുന്നു, മാഡം $6 തന്നാൽ മതി. താങ്ക് യു സോ മച്ച്. അത് പറഞ്ഞപ്പോഴേ ഓടിയാട്ടാ. ഇവനൊരു പാൽപ്പായസം ഒരു കഞ്ഞി മേടിച്ചു, ഡിസ്കൗണ്ട് ഇല്ല, അണ്ടിയില്ല, ബാക്കി ചില്ലറ ഒരു അടിയുണ്ട്, ഡിസ്കൗണ്ട് ഇല്ല, അടിയില്ല, ഒരു അടിയുണ്ട്. $39 കൊടുക്കോട്ടറാ. ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക ഒരു ആവശ്യമില്ലാത്ത ഫ്രിഡ്ജ് മേടിച്ചു വെച്ചിട്ടുണ്ട്. എടാ നമ്മുടെ സ്റ്റോക്ക് അത്യാവശ്യം ക്ലിയർ ആയോ? കൊക്കക്കോളൊക്കെ പടപടയാതെ വിറ്റുപോയി, അണ്ണൻ കണ്ടില്ലേ അത്? $5 മഴന്ന് വിറ്റുപോയി കൊക്കക്കോളൊക്കെ. ലാഭം നോക്കാം നമ്മളെ. 3 സെന്റ്. എന്റെ കടയാണ്. സൂര്യനാരായണ എങ്ങനെയുണ്ട് സർവീസ്? ഇറങ്ങടാ നായേ. സൂര്യനാരായണ എങ്ങനെയുണ്ട് സർവീസ്? ഇറങ്ങടാ നായേ എന്റെ കടയത്. കുറെ സാധനം മേടിച്ചു, പൈസ തന്നോണ്ടാ? കുറെ സാധനം മേടിച്ചോട്ടാ. കാള തന്നെ കളല്ല. ഇപ്പൊ കള്ള എന്നാ എഴുതി വെച്ചാ ട്രെവറിനെ പോലെ ബാക്കി ഇരിക്കുന്നുണ്ട്. ഇവ മോട്ടിച്ചോണ്ട് പോകുന്നത് എന്തൊക്കെയുണ്ട്. കൗണ്ടർ ക്ലിയർ ആയി. അയ്യോ അത് സാധനം ഇല്ല, സ്റ്റോക്ക് വേണ്ടേ അതിന്റെ വിറ്റുവാൻ. കൗണ്ടർ ക്ലിയർ അണ്ണാ ഞാൻ വന്നതിന് ഫോൺ നമ്പർ മാഡം ഇന്ന് നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് മാഡത്തിന് ഫ്ലാറ്റ് ടോട്ടൽ ബില്ല് വരുന്നത് $11 ആണ്. മാഡത്തിന് ഞാൻ അങ്ങോട്ട് $30 തരണം, പക്ഷെ ഞാൻ മാഡത്തിന് ഇന്ന് നമ്മുടെ ഇതായതുകൊണ്ട് റിമൈനിങ് ആയിട്ട് $50 തരുന്നുണ്ട്. മാഡം തരുന്നു. താങ്ക് യു സോ മച്ച്. നാളെ വരണേ. ബൈ. ഇത് നോക്കിയാണ് ഇതെന്താ എന്ത് വെച്ചിട്ടാ ഇത് ആൾക്ക് കടയടച്ച് ഞാൻ ക്ലിയർ ചെയ്ത് നോക്കിയാ നമ്മള്. എടാ ഇനി ആകെ 5000 ഡെപ്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ 656 എത്തിച്ചു. ഞാൻ വന്നിട്ട് ഐശ്വര്യേ നാളെ കട ലാഭത്തിലോടും. സത്യത്തിൽ ഒറ്റ ലാഭത്തിൽ കട. ഫ്രാഞ്ചൈസി ലെവൽ 8 ആയി. ഇൻകം 2499. എടാ കണ്ട മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ്. അത് 6 റോബേഴ്സ് മോഷണം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ പിടിച്ച് റെന്റ് കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, എംപ്ലോയി വേജസ്, അതർ കോസ്റ്റ്. കുഴപ്പമില്ല. ശമ്പളം തന്നില്ല. എടാ ഇത് ഈ ഹോസ്റ്റിൽ തന്നെ നാളെ കളിക്കാൻ പറ്റുമോ നമുക്ക്? മുട്ട ഉണ്ടാക്കാൻ പോയതാ. ഓക്കെ ലെറ്റ്സ് ഗോ. എന്തിനാണ് അടിച്ചത്? ഞാൻ ബാക്കി നാളെ കളിക്കാം 2:46 പബ്ജി കളിക്കുന്നുണ്ടോ? കോച്ചുണ്ടോ ചോദിച്ചു നോക്കിയേ. കൊള്ളാല്ലേ? നൈസല്ലേ? അടുത്ത നാളെ കളിക്കാം. ഉറപ്പായിട്ട് കളിക്കാം. ഇതിന്റെ തന്നെ വേറൊരു സാധനം ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മ സൂപ്പർ മാർക്കറ്റ് അല്ലേ ഇത് ആകെ അതില് സൈഡിലൊരു ചായക്കടയുണ്ട്. അപ്പൊ ബണ്ണും ചായയും വെക്കണം. ഇപ്പുറ സൈഡിൽ സൂപ്പർ മാർക്കറ്റ് സേവ് ചെയ്യണമായിരുന്നു. ഇല്ല അല്ലണ്ണ ഇത് ഇനി നമ്മള് വീണ്ടും ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അണ്ണ മെയിൻ മെനു എടുത്തിട്ടേ അതിനകത്ത് അണ്ണൻ മറ്റേ ഫൈൻഡ് സ്റ്റോർ ക്ലിക്ക് ചെയ്യുക, അല്ലെ ലോഡ് സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഓട്ടോമാറ്റിക് ഇത് RP അല്ല ബ്രോ, ഇത് നമ്മൾ റോളായിട്ട് കളിക്കുന്നേ ഉള്ളു. ചുമ്മാ ഇത് RP അല്ല. ഉണ്ട് ഡേ 3 ഇതാ ഉണ്ട്. നാളെ ബാംഗ്ലൂർ പോന്നെ. നാളെ ബാംഗ്ലൂർ വന്നു നോക്കി. നാളത്തെ ലൈവ് ഉണ്ട് വെളുപ്പിന് 3 മണിക്കാണ് ഫ്ലൈറ്റ്. അല്ല വെളുപ്പിന് 5 മണിക്ക് എന്തോ ഫ്ലൈറ്റ്. അപ്പൊ 12 മണി 1 മണി വരെ എന്റെ എല്ലാ ലൈവ് ഉണ്ടാവും. ഓക്കെ